ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് ഫിസിയോളജി സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. INC സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ നഴ്സിംഗ് സ്റ്റുഡൻസിന്, അതായത് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന് ഈ സെയിം സിലബസും സെയിം എക്സാം പാറ്റേണുമാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് വളരെ സമ്മറി ഫോമിലായിരിക്കും ക്ലാസ്. ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു 95% കൂടുതൽ ഫിസിയോളജിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സിലബസ് എന്താണ്, അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് എന്തൊക്കെയാണ് ഫിസിയോളജിയുടെ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടത് എന്ന് നോക്കാം. ജനറൽ ഫിസിയോളജി ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. 4 മണിക്കൂറാണ് ഈ ക്ലാസ് നമുക്ക് വേണ്ടത്. അതായത് 4 മണിക്കൂറിന് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ ഫിസിയോളജിയിൽ സെൽ ഫിസിയോളജി, സെല്ലിൻ്റെ അനാട്ടമി നമ്മൾ അനാട്ടമി ക്ലാസ്സസിൽ കണ്ടതാണ്. ഇത് സെൽ ഫിസിയോളജിയാണ്, ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ അക്രോസ് സെൽ മെംബ്രെയിൻ. ഇത് കാണാനുള്ളതാണ്. ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്, അതായത് എത്ര ടൈപ്പ് ഫ്ലൂയിഡാണ്, കമ്പാർട്ട്മെൻറ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ ബോഡി ഫ്ലൂയിഡ്, ഇൻട്രാ സെല്ലുലാർ എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്, ദെൻ മേജർ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹീമോസ്റ്റാസിസ്, സെൽ സൈക്കിൾ ഓർ സെൽ ഡിവിഷൻ, ടിഷ്യൂ ഫോർമേഷൻ ആൻഡ് റിപ്പയർ, മെംബ്രെയിൻ ആൻഡ് ഗ്ലാൻഡ് ഫങ്ഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ഇൻ നഴ്സിംഗ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് സെൽ ഫിസിയോളജി നമ്മൾ ജസ്റ്റ് അറിയണം, ബട്ട് ട്രാൻസ്പോർട്ടേഷൻ അക്രോസ് ദ സെൽ മെംബ്രെയിൻ അറിയണം. ദെൻ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്, എസ്പെഷ്യലി ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്. ദെൻ സെൽ സൈക്കിൾ പലപ്പോഴും ഷോർട്ട് നോട്ട്സിൽ ചോദിച്ചിരിക്കുന്നതാണ്. ദെൻ ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ഇതാണ് ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെൽ ഫിസിയോളജി definition. Cell physiology is the branch of physiology that deals with the function of cell, which is the basic structure and functional unit of life. സെൽ ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഈ സെല്ലെന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ്. ഇത് നമ്മൾ ഓൾറെഡി അനാട്ടമിയിൽ ഇതിനെക്കുറിച്ച് കണ്ടതാണ്. ബട്ട് ഫിസിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഫങ്ഷൻ ഓഫ് എ സെൽ. അനാട്ടമി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആണെങ്കിൽ ഫിസിയോളജി ഫങ്ഷനാണ്. സ്ട്രക്ചർ ഓഫ് എ സെൽ ഇത് വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല, അനാട്ടമി ക്ലാസ്സസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. Structure of cell. A typical human cell consists of cell membrane, cytoplasm, nucleus, cell organelle, that means mitochondria, ribosomes, endoplasmic reticulum, Golgi apparatus and lysosome. ജസ്റ്റ് ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു വിടുകയാണ്, കാരണം അനാട്ടമിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. സെൽ മെംബ്രെയിൻ ഓഫ് കോഴ്സ് ഇസ് എ മെംബ്രെയിൻ ആണ്, ഔട്ടർ കവറിംഗ് ആണ്. സെൽ മെംബ്രെയിൻ ഇസ് എ തിൻ ലെയർ ഓഫ് മെംബ്രെയിൻ സറൗണ്ടിങ് ദ സെൽ. സെല്ലിനെ കവർ ചെയ്യുന്ന തിൻ മെംബ്രെയിൻ ആണ്. ഇറ്റ് കവേഴ്സ് ദ ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസ് സെല്ലിനുള്ളിലുള്ള ന്യൂക്ലിയസിനെയും കവർ ചെയ്യുന്നു, കംപ്ലീറ്റ് സെല്ലിനെയും കവർ ചെയ്യുന്നു. ഇറ്റ് ഈസ് സെമി പെർമിയബിൾ ആൻഡ് ഈസ് 7 to 10 nm തിക്ക്. സെമി പെർമിയബിൾ, സെമി മീൻസ് ഹാഫ്. സെമി പെർമിയബിൾ കുറച്ചൊക്കെ സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അത് കടത്തിവിടും, അല്ലെങ്കിൽ അതിൽ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. ദ മെംബ്രെയിൻ ഈസ് പ്രിൻസിപ്പലി മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് എ മച്ച് ലെസർ എക്സ്റ്റെൻറ്റ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ തിൻ മെംബ്രെയിൻ എങ്ങനെയാണ് മെയ്ഡ് അപ്പ് ഓഫ്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, അതിന് ശേഷം കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. ഈ 3 പോർഷൻസാണ് സെല്ലിൽ ഉള്ളത്. ഇതാണ് സെൽ മെംബ്രെയിൻ. നമുക്കൊക്കെ അറിയാം സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഔട്ട് സൈഡിലുള്ള കവറിംഗ് ആണ് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദെൻ ന്യൂക്ലിയസിനും ഒരു കവറിംഗ് ഉണ്ട്, അതും സെൽ മെംബ്രെയിൻ തന്നെയാണ്. അതിനുശേഷം ഇതിനകത്ത് കിടക്കുന്നതാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് ഓരോ ഓർഗനെല്ലാം കിടക്കുന്നത്. ഓർഗനെല്ല എന്ന് പറഞ്ഞാൽ ഇത് മൈറ്റോകോൺട്രിയ, ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇതൊക്കെ എന്താണ് ഗോൾജി അപ്പാരറ്റസ്. ഇങ്ങനെ ഒരുപാട് പാർട്സ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലാണ്. അപ്പോൾ ഈ സെൽ മെംബ്രെയിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്. സെൽ മെംബ്രെയിൻ്റെ അകത്ത് പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, ഫാറ്റ് മീൻസ് ലിപ്പിഡുണ്ട്, ആഫ്റ്റർ ദാറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇനി ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിലായിട്ട് അറിയുക, അതിൻ്റെ ഫങ്ഷൻ അറിയുക, അതാണ് ഫിസിയോളജിയിൽ നോക്കേണ്ടത്. കമ്പോസിഷൻ ഓഫ് സെൽ മെംബ്രെയിൻ. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ എത്രമാത്രം അളവ് ഈ സെൽ മെംബ്രെയിൻ ഉള്ളതെന്നാണ് ഈ കമ്പോസിഷൻ ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. പ്രോട്ടീൻ 55%. ദാറ്റ് മീൻസ് പ്രോട്ടീനാണ് മജോറിറ്റി. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 പറയുന്നതിനെയാണ് പെർസെൻറ്റേജ്. അപ്പോൾ 55 എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി 45 ഉള്ളൂ, ബാക്കി എല്ലാം കൂടിയാണ് 45. പ്രോട്ടീൻ ഈസ് 55%,
ഫോസ്ഫോലിപ്പിഡ് 25%. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൊളസ്ട്രോൾ 13%, അതിലും ഫാറ്റ് വരുന്നുണ്ട്. ദെൻ അതർ ലിപ്പിഡ്സ് 4%. അപ്പോൾ ഇതെല്ലാം ഫാറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഫാറ്റ് ഓരോ വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെ കമ്പൈൻ ചെയ്താണ് കാണുന്നത്. ഇവിടെ ഫോസ്ഫറസും ലിപ്പിഡാണ് ഈ ഫാറ്റ്. കൊളസ്ട്രോളിൻ്റെ അകത്തും ഉണ്ട്, കൊളസ്ട്രോളും ഫാറ്റും. ദെൻ അതർ ലിപ്പിഡ്സ്, അങ്ങനെ ഇതെല്ലാം ലിപ്പിഡ്സ് ആണ്. ഇനി കാർബോഹൈഡ്രേറ്റ് വരുന്നത് ഓൺലി 3% ആണ്. സോ നമ്മളിപ്പോൾ കണ്ടു പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഈ 3 കാര്യങ്ങളുടെ പെർസെൻറ്റേജ് ആണ് അറിഞ്ഞത്. ലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞാൽ 2 ലെയർ ഉള്ളതിനെയാണ് ബൈലെയർ എന്ന് പറയുന്നത്. ലിപ്പിഡ് ബൈലെയർ. സെൽ മെംബ്രെയിൻ ഈസ് മേഡപ്പ് ഓഫ് 2 ലെയർ ഓഫ് ലിപ്പിഡ്സ്. സെൽ മെംബ്രെയിന് 2 ലെയർ ഉണ്ട്. ഈ 2 ലെയറും ലിപ്പിഡ്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി മേഡപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ. ഫോസ്ഫോലിപ്പിഡ് എത്ര ഉണ്ടായിരുന്നു? 25% ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ 13 ഉണ്ടായിരുന്നു. സോ ഈ 13ഉം ദാറ്റ് മീൻസ് കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡും ആണ് സെൽ മെംബ്രെയിൻ മെയിനായിട്ടും ഫോം ചെയ്തിരിക്കുന്നത്. ഫോസ്ഫേറ്റ് റാഡിക്കൽ ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് ഹൈഡ്രോക്സൈൽ റാഡിക്കൽ ഓഫ് കൊളസ്ട്രോൾ ആർ വാട്ടർ സോലുബിൾ. ദാറ്റ് മീൻസ് ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടറിനോട് ചേർന്ന് പോകുന്നത്. ഫോസ്ഫേറ്റ് ഞാൻ പറഞ്ഞു, ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടാണ്. അതിൻ്റെ അകത്ത് ഫോസ്ഫറസും ഉണ്ട്, ലിപ്പിഡും ഉണ്ട്. ഈ ലിപ്പിഡിലെ ഫോസ്ഫറസ്, കംപ്ലീറ്റ് ഫോസ്ഫറസും ഈ കൊളസ്ട്രോളിലെ കംപ്ലീറ്റ് ഹൈഡ്രോക്സൈലും വാട്ടറിനോട് ചേർന്ന് പോകും. അതായത് വാട്ടറിൽ ഡിസോൾവ് ആകുന്നതാണ്, അല്ലെ വാട്ടറിനോട് ചേർന്നിരിക്കുന്നതാണ്. അതിനെയാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് റാഡിക്കൽ ഓഫ് ഫോസ്ഫോലിപ്പിഡ്. അതായത് ഫോസ്ഫോലിപ്പിഡിൻ്റെ അകത്ത് ഫോസ്ഫറസും ഉണ്ട്, ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡും ഉണ്ട്. ഈ ഫോസ്ഫറസ് വാട്ടറിനോട് ചേർന്ന് പോകുന്നു, ലിപ്പിഡ് വാട്ടറിനോട് അകന്നു പോകുന്നു, വാട്ടറിൽ നിന്ന് ദൂരേക്ക് പോകുന്നു. സോ അതിനുശേഷം സ്റ്റെറോയിഡ് ന്യൂക്ലിയസ് ഓഫ് കൊളസ്ട്രോൾ ആർ ഫാറ്റ് സോലുബിൾ. അതായത് ഈ കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡുമാണ് ഈ സെൽ മെംബ്രെയിൻ. അതിൽ കൊളസ്ട്രോളിൽ തന്നെ ഹൈഡ്രോക്സൈലും ഉണ്ട്, സ്റ്റെറോയിഡും ഉണ്ട്. ഫോസ്ഫോലിപ്പിഡിൽ തന്നെ ഫോസ്ഫറസും ഉണ്ട്, ലിപ്പിഡും ഉണ്ട്. ഫോസ്ഫറസ് വാട്ടർ ഫിലിക്കാണ്, അതോടൊപ്പം തന്നെ ഹൈഡ്രോക്സൈൽ വാട്ടർ ഫിലിക്കാണ്. അപ്പോൾ വാട്ടറിന് അങ്ങോട്ട് ചേർന്നിരിക്കും. അനദർ തിങ്, ദ സ്റ്റെറോയിഡ് ഫ്രം ദ കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റി ആസിഡ് ഫ്രം ദ ലിപ്പിഡ് ആർ വാട്ടർ ഫോബിക്. ഫോബിയ എന്ന് പറഞ്ഞാൽ അകന്നു പോവുക, പേടി എന്നാണ് മലയാളത്തിൽ. അപ്പോൾ വാട്ടറിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അപ്പോൾ ഈ 2 സൈഡാണ് ഈ മെംബ്രെയിൻ ഉള്ളത്. നമ്മൾ പിക്ചർ നോക്കി ഒന്നുകൂടെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. The hydrophobic portion of both these molecule occupies the center of the membrane. അപ്പോൾ സെൻറ്റർ ഓഫ് ദ മെംബ്രെയിനിലാണ് ഈ 2 ഹൈഡ്രോഫോബിക് പോർഷനും വരുന്നത്. ദ ഹൈഡ്രോഫിലിക് പോർഷൻ ഫേസസ് ദ സറൗണ്ടിങ് വാട്ടർ. കാരണം വാട്ടറിനോട് ചേർന്ന് കിടക്കുന്നത് വാട്ടറിനോട് ഇഷ്ടമുള്ള ആളല്ലേ. സോ അതുകൊണ്ട് തന്നെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളതാണ് വാട്ടറിനോട് ചേർന്നിരിക്കുന്നത്. ഇതാണ് ഒരു സെൽ മെംബ്രെയിനിൻ്റെ പിക്ചർ. സെൽ മെംബ്രെയിൻ ബൈലെയറാന്ന് പറഞ്ഞു. ഇതൊരു ലെയർ. ഓക്കെ. സെൽ മെംബ്രെയിൻ മെയ്ഡപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ അകത്ത് ഫോസ്ഫോലിപ്പിഡും ഉണ്ട്, കൊളസ്ട്രോളും കൊണ്ടാണ് ഈ ഒരു ലെയർ, അതുപോലെ തന്നെ ഈ ലെയറും ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തുണ്ട്? എക്സ്ട്രാ സെല്ലുലാർ. ഇത് സെല്ലകത്തുള്ള ഭാഗമാണിത്, ഇൻസൈഡ് സെല്ലാണ്. ഇവിടെ ഇൻട്രാ സെല്ലുലാർ. ഇവിടെ എന്താണുള്ളത്? ഫ്ലൂയിഡാണുള്ളത്. ഇവിടെ എന്താണുള്ളത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണുള്ളത്. അപ്പോൾ സെൽ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡിലും ഇൻസൈഡിലും ഫ്ലൂയിഡുണ്ട്. അപ്പോൾ ഫ്ലൂയിഡിനോട് ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ വാട്ടറിനോട് ചേർന്നിരിക്കുന്നത് വാട്ടറിനോട് ഫിലിക്കാണ്, അല്ലെങ്കിൽ വാട്ടറിനോട് യോജിച്ച് പോകുന്നതാണ്, വാട്ടർ സോലുബിളാണ്. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡിലെ ഫോസ്ഫേറ്റ് ആണ് ഈ പാർട്ട്, അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിലെ ഹൈഡ്രോക്സൈലാണ് ഈ പാർട്ട്. ഇവിടെ H2 അതായത് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർട്ട് വെള്ളത്തിൻ്റെ അങ്ങോട്ട് ചേർന്നിരിക്കും. അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറിലും ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് ഈ പാർട്ട് ഇങ്ങോട്ട് അട്രാക്ഷനുണ്ട്. ദെൻ ഇത് എന്താണ്? ഇത് സ്റ്റെറോയിഡും ഫാറ്റി ആസിഡുമാണ് ഈ പോർഷൻ. സ്റ്റെറോയിഡ് ഫാറ്റി ആസിഡും ഈ സെൻട്രൽ വാട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാട്ടറിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ടാണ് ഈ ബൈലെയർ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് വാട്ടറിൽ നിന്ന് അകന്നിരിക്കുന്നതും വാട്ടറിനോട് ചേർന്നിരിക്കുന്നതും. ഇത് സെല്ലിൻ്റെ മൂവ്മെൻറ്റ്സിനും എല്ലാ ബാക്കി കാര്യങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രക്ചറാണ്.
The lipid layer, bilayer is impermeable to water-soluble substance such as iron and glucose. ഈ ബൈലെയർ നമ്മൾ കണ്ടു. ഇപ്പോൾ ബൈലെയർ ഇംപെർമിബിൾ, അതായത് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ്, വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള, സോലുബിൾ എന്ന് പറഞ്ഞാൽ അത് ലയിക്കുക എന്നർത്ഥം, വാട്ടറിൽ ലയിക്കുന്ന സബ്സ്റ്റൻസ് ആയിട്ടുള്ള അയണും ഗ്ലൂക്കോസിനെയും കടത്തിവിടില്ല. ഇംപെർമിബിളാണ്. ഒരു സെല്ലിൽ നിന്ന് അതിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് ഈ അയണിനെയും ഗ്ലൂക്കോസിനെയും ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യില്ല, പാസ് ചെയ്യില്ല. ബട്ട് ഈസ് പെർമിബിൾ ടു ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസ് സച്ച് ആസ് ഓക്സിജൻ ആൻഡ് ആൽക്കഹോൾ. എന്നാൽ ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസ് ആണ് ഓക്സിജനും ആൽക്കഹോളും. ഇതിന് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അയൺ ആൻഡ് ഗ്ലൂക്കോസ് ഇംപെർമിബിൾ ടു സെൽ മെംബ്രെയിൻ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ വാട്ടർ സോലുബിൾ ആണ്. ബട്ട് ഫാറ്റ് സോലുബിൾ ഏതാണ്? ഓക്സിജൻ ആൻഡ് ആൽക്കഹോൾ ഫാറ്റ് സോലുബിൾ ആണ്. ഇറ്റ് ഈസ് ഫ്ലൂയിഡ് ആൻഡ് സോളിഡ്. ഇത് രണ്ട് പാർട്ടുണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, സോളിഡ് പാർട്ടും ഉണ്ട്. Therefore, the fluid portion of the membrane, ഫ്ലൂയിഡ് പോർഷൻ ഏതാണ്? നമ്മൾ ഈ മുകളിലും താഴെയും കണ്ട ഫോസ്ഫേറ്റ് അങ്ങനെ റൗണ്ടുള്ളതാണ്. പോർഷൻ ഓഫ് ദ മെംബ്രെയിൻ ഫ്ലോ ഫ്രം വൺ പോയിന്റ് ടു അനദർ എലോങ് ദ സെൽ മെംബ്രെയിൻ. അതുകൊണ്ട് ഇങ്ങനെ സെൽ മെംബ്രെയിനിൻ്റെ വാട്ടറിൽ കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതിങ്ങനെ പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സെൽ മെംബ്രെയിൻ പറഞ്ഞത്. ഇതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഹൗ ഇറ്റ്സ് ഫങ്ഷനിങ് എന്നുള്ള രീതിയാണ്. ഇനി എക്സാക്റ്റ് ഫങ്ഷനാണ്. ലിപ്പിഡ് ബൈലെയറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫോം ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ആകുന്നു. ദെൻ അനദർ തിങ്, സെലക്റ്റീവ്ലി പെർമിബിൾ. ചിലതിനെ കടത്തിവിടും, ചിലതിനെ കടത്തിവിടില്ല. സെലക്റ്റീവ്ലി പെർമിബിൾ, ദാറ്റ് മീൻസ് അലോ ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ ദം ഈസിലി. നമ്മൾ പറഞ്ഞു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഓക്സിജനും ആൽക്കഹോളും ഈസി ആയിട്ട് പാസ് ചെയ്യും. പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫ്രം ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ഓൺ സെൽ മെംബ്രെയിൻ. ഈ ബൈലെയർ, അതായത് ലിപ്പിഡ് ബൈലെയറിൻ്റെ ഫങ്ഷൻ ഇത് സെൽ മെംബ്രെയിൻ ആകുന്നു. ഓക്കെ. അനദർ തിങ്, സെലക്റ്റീവ്ലി പെർമിബിൾ ആണ്. എങ്ങനെയാണ് സെലക്റ്റീവ്ലി പെർമിബിൾ? ചില കാര്യങ്ങൾ കടന്നു പോകും. ഏതൊക്കെയാണ്? ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഓക്സിജനും ആൽക്കഹോളും പെർമിബിൾ ആണ്, മീൻസ് സെല്ലിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം അയൺ ആൻഡ് ഗ്ലൂക്കോസ് ഇത് വാട്ടർ സോലുബിൾ ആണ്, വാട്ടർ സോലുബിളിനെ പാസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും സ്റ്റേ ചെയ്യാനായിട്ട് അതിനൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഈ ലിപ്പിഡ് ബൈലെയറിലാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ ബൈലെയറിൻ്റെ അകത്തെ ലിപ്പിഡ് ബൈലെയർ കഴിഞ്ഞു, സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ് ബൈലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റുമാണ് പഠിക്കാനുള്ളത്. പ്രോട്ടീൻ ആർ ഗ്ലോബുലാർ മാസസ് ഫ്ലോട്ടിംഗ് ഇൻ ദ ലിപ്പിഡ് ബൈലെയർ. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബ് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിന് പറയുന്ന പേരാണ്, ഒരു മാസാണ്. ഈ ലിപ്പിഡ് ബൈലെയറിലേക്ക് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും. ദേ ആർ മോസ്റ്റ്ലി ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. ഈ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഈ പ്രോട്ടീൻ അറ്റാച്ച് ചെയ്തിരിക്കും. അതായത് കാർബോഹൈഡ്രേറ്റിന് തന്നെ ഒരു സ്റ്റാൻഡില്ല. കാർബോഹൈഡ്രേറ്റിന് പറയുന്ന പേരാണ് ഗ്ലൂക്കോസ്. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് പ്രോട്ടീനായിട്ട് അട്രാക്റ്റ് ചെയ്ത് അല്ലെ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഈ പ്രോട്ടീൻ ഈസ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആയിട്ടാണ് സെൽ മെംബ്രെയിനിൽ കാണുന്നത്. നിങ്ങളിത് നന്നായിട്ട് പഠിച്ചാൽ അടുത്ത വർഷത്തെ ബയോകെമിസ്ട്രി ഈസിയാണ്, മെഡ്സർജി ഈസിയാണ്. നിങ്ങൾക്ക് എപ്പോഴും നഴ്സിംഗ് എപ്പോഴും ഈസി ആകുന്നത് ഈ അനാട്ടമിയും ഫിസിയോളജിയും അറിഞ്ഞാൽ മാത്രമാണ്. ദെൻ ദേ ആർ ഓഫ് 2 ടൈപ്പ്. എന്താണ് ഈ ഗ്ലൈക്കോപ്രോട്ടീൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. എങ്ങനെയാണ്? ഇൻ്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ്, ആ ലിപ്പിഡ് ബൈലെയറിൽ കൂടെ കംപ്ലീറ്റ് കയറിപ്പോകുന്നതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, യോജിച്ച് പോവുക എന്നൊക്കെയാണ് മലയാളം. പെരിഫറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട് സൈഡിൽ മാത്രം കാണുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ എന്തൊക്കെയാണ്? ഇൻ്റഗ്രൽ പ്രോട്ടീനുമുണ്ട്, പെരിഫറൽ പ്രോട്ടീനും ഉണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻ പാസസ് ത്രൂ ദ എൻറ്റയർ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ. അപ്പോൾ മെംബ്രെയിൻ്റെ എൻറ്റയർ തിക്നെസ്സിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. ആൻഡ് പെരിഫറൽ പ്രോട്ടീൻ ആർ അറ്റാച്ച്ഡ് ഓൺലി ടു ദ സർഫസ്. പെരിഫറി മീൻസ് സർഫസ്. അപ്പോൾ പെരിഫറൽ പ്രോട്ടീൻ സർഫസിൽ മാത്രം അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് കിടക്കുന്നതിനെയാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പെരിഫറൽ പ്രോട്ടീൻ ഈ ഔട്ട് സൈഡിൽ മാത്രമുണ്ട്.
ഔട്ട്സൈഡിൽ മാത്രമുള്ളതാണ് പെരിഫറൽ പ്രോട്ടീൻ. അതായത് ലിപ്പിഡ് ബൈലെയർ നമ്മൾ പറഞ്ഞു, ഇതാണ് ഒരു ലെയർ, ഇതാണ് അടുത്ത ലെയർ. ഇവിടെ ഹൈഡ്രോഫിലിക് ആണ്, വാട്ടർ സോലുബിൾ ആണ്, ഇത് ഹൈഡ്രോഫോബിക് ആണ്. ദാറ്റ് മീൻസ് വാട്ടർ ഫോബിക് ആണ്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ലെയർ. ആക്ട് ആസ് സ്ട്രക്ചറൽ പ്രോട്ടീൻ വിച്ച് പ്രൊവൈഡ് ഫ്രെയിം വർക്ക് ഫോർ ദ സെൽ. അപ്പോൾ ഈ സെല്ലിനൊരു ഫ്രെയിം വർക്ക് കൊടുക്കുന്ന പ്രോട്ടീനാണ്. ആക്ട് ആസ് പമ്പ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെല്ലിലുള്ള മീൻസ് എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോളിക്യൂൾസ് ഔട്ട്സൈഡിലേക്ക് പാസ് ചെയ്യുക, ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് പാസ് ചെയ്യുക. അതിനെയാണ് ആക്റ്റീവ് പാസീവ് ഒക്കെ നമ്മൾ പഠിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ ചാനലിൽ കൂടിയാണ് പോകുന്നത്. ആക്ട് ആസ് കാരിയർ ഇൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതെല്ലാം ഈ ട്രാൻസ്പോർട്ടേഷന് വരുന്നതാണ്. ആക്ട് ആസ് കാരിയർ ഇൻ ഫെസിലിറ്റേറ്റഡ് പെർഫ്യൂഷൻ. അതായത് ഒരു ഗ്ലൂക്കോസിനെ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരണമെങ്കിൽ ഈ പ്രോട്ടീനാണ് കൊണ്ടുവരുന്നത്. അതിനെയാണ് കാരിയർ, വഹിച്ചുകൊണ്ട് വരിക എന്നർത്ഥം. ഫോം അയൺ ചാനൽ. അയൺ മൂവ് ചെയ്യാനൊരു ചാനലാണ്. ആക്ട് ആസ് റിസപ്റ്റർ, റിസീവ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് എൻസൈം. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇത് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ലെയറാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ലിപ്പിഡ് ബൈലെയറിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലെ മൂന്നാമത്തെ പാർട്ടാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കുറവാണ്, 3% ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ സെല്ല്. സെല്ലിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രമാണ്. അപ്പോൾ ഈ 3 ഉണ്ട്. ലിപ്പിഡ് എന്താണ്? കംപ്ലീറ്റ് ഫോം ചെയ്യും. പ്രോട്ടീൻ എന്താണ്? കംപ്ലീറ്റും ഉണ്ട്, പെരിഫറിയിലും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഒള്ളി പെരിഫറി. ദേ ആർ അറ്റാച്ച്ഡ് ടു പ്രോട്ടീൻ. പ്രോട്ടീനായിട്ട് അറ്റാച്ച് ചെയ്ത് ഗ്ലൈക്കോ പ്രോട്ടീനും, ലിപ്പിഡായിട്ട് അറ്റാച്ച് ചെയ്ത് ഗ്ലൈക്കോ ലിപ്പിഡും. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്. അതിനുശേഷം എന്തിനോട് അറ്റാച്ച് ചെയ്യുന്നു അതിവിടെ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ആ പേര് കിട്ടും. കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ഫോം എ തിൻ ലെയർ ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ കോൾഡ് ഗ്ലൈക്കോ കാലിക്സ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു തിൻ ലെയർ കംപ്ലീറ്റ് സെൽ മെംബ്രെയിൻ ഉള്ളതിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോ കാലിക്സ്. Of carbohydrate layer attached to glycocalyx of other cells, act as receptor for binding hormone, participate in immune reaction. ഇനി ഈ പിക്ചർ നോക്കി കംപ്ലീറ്റ് ഒന്നുകൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടുകൂടി സെൽ മെംബ്രെയിൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിയും. ഇതാണ് ഒരു സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് ഇത്. സെൽ മെംബ്രെയിൻ ബൈലെയർ ആണ്. ഇതൊരു ലെയർ, ഇതൊരു ലെയർ. ഈ ലെയർ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ലിപ്പിഡാണ്. ഫോസ്ഫോ ലിപ്പിഡും കൊളസ്ട്രോളുമാണ്. ഫോസ്ഫോ ലിപ്പിഡും കൊളസ്ട്രോളും ലിപ്പിഡിൻ്റെ പോർഷനാണ്. ഇതിൽ ഫോസ്ഫോ ലിപ്പിഡിൻ്റെ ഈ മോൾ ഭാഗം ഇവിടെ ഹൈഡ്രോഫിലിക്കാണ്, ഇത് ഹൈഡ്രോഫോബിക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് ലിപ്പിഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അനദർ തിങ് നമ്മൾ കണ്ട് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഇൻ്റഗ്രൽ പ്രോട്ടീനും ഉണ്ട്, പെരിഫറൽ പ്രോട്ടീനും ഉണ്ട്. ഇതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. കംപ്ലീറ്റ് സെല്ലിലേക്ക് കവറപ്പ് ചെയ്ത് കിടക്കുന്നതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. ഇതൊക്കെ ഇൻ്റഗ്രൽ പ്രോട്ടീനാണ്. പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിൽ പെരിഫറി മാത്രം ഇങ്ങനെ കാണുന്നതാണ് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന് ഒരു തിൻ ലെയർ കംപ്ലീറ്റ് ഉണ്ട്. അതിന് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയും. അതിനുശേഷം കാർബോഹൈഡ്രേറ്റ് പെരിഫറിയിലുള്ളത് ഒന്നുകിൽ ഗ്ലൂക്കോസ് ആയിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ലിപ്പിഡ് ആയിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും. പ്രോട്ടീനായിട്ട് അറ്റാച്ച്, അതായത് ഇതെല്ലാം പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനായിട്ട് അറ്റാച്ച് ആയിട്ടുള്ളതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഗ്ലൈക്കോ പ്രോട്ടീൻ എന്നും, ഈ ലിപ്പിഡ്, ഇത് ലിപ്പിഡാണല്ലോ, ലിപ്പിഡായിട്ട് അറ്റാച്ച് ഉള്ളതിനെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്നും പറയുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ദാറ്റ് മീൻസ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ഒരു സെൽ മെംബ്രെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പ്രോട്ടീൻ ഒരു ചാനലാണ്. കണ്ടോ, ഈ പ്രോട്ടീനിലൂടെയാണ് പല മോളിക്യൂളും അകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുന്നത്. അത് നമ്മളിനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ പറയുമ്പം കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ ഫിസിയോളജി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സൈറ്റോപ്ലാസം. ഈ സെൽ ഫിസിയോളജി ആട്ടോ ഇത്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ അക്യൂസ് പാർട്ടാണ് ഇൻസൈഡ് ദ സെല്ല്. ഒരു തിക്കായിട്ടുള്ള ജെല്ലൈക്കാണ്. സൈറ്റോപ്ലാസം ഈസ് ആൻ അക്യൂസ് സബ്സ്റ്റൻസ് എൻവലപ്ഡ് ബൈ ദ സെൽ മെംബ്രെയിൻ. ഇറ്റ് കണ്ടെയ്ൻ ഫോളോയിങ് സെല്ലുലർ ഓർഗൻ.
സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു അക്യൂസ് പാർട്ടാണ് സെല്ലിന് ചുറ്റുമുള്ളത്. അതിനെ കവർ ചെയ്ത് സെൽ മെംബ്രെയിനുണ്ട്. സെൽ മെംബ്രെയിനെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറേ ഓർഗനെല്ലാസ് ഉണ്ട്. അതായത് അതിൽ തന്നെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കുറേ പാർട്സ് ഉണ്ട്. ഇമ്പോർട്ടൻസ് പാർട്ട് മാത്രമേ ഞാനിവിടെ നോക്കുന്നുള്ളൂ. നമ്മൾ അനാട്ടമിയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിസിയോളജി അനാട്ടമിയും ടുഗദർ പഠിക്കുന്നതാണ് നല്ലത്. ഫിസിയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ അനാട്ടമിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനോട് ഉള്ള കാര്യങ്ങൾ അനാട്ടമിയിലുണ്ട്, അത് വായിച്ചിട്ട് ഫിസിയോളജി വായിച്ചാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എക്സാമിനും ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് ഒരുപോലെ ഓൾമോസ്റ്റ് എഴുതാവുന്നതാണ്. ഫിസിയോളജിയിൽ ഫംഗ്ഷൻ കൂടുതൽ വരണം, അനാട്ടമിയിൽ സ്ട്രക്ചർ കൂടുതൽ വരണം. ഫിസിയോളജിയിൽ എൻ്റെ ബേസിക് അനാട്ടമി പറയാതെ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അനാട്ടമിയും ഫിസിയോളജി ഒന്നിച്ചാണ് പഠിക്കേണ്ടത്. അനാട്ടമി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഫിസിയോളജി പറഞ്ഞാൽ കംപ്ലീറ്റ് മറന്നുപോകും. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് അല്ല, ജോയിഗ്രേറ്റഡാണ്. രണ്ടും ഒന്നിച്ചാണ് പഠിക്കേണ്ടത്. ഇനി ഈ സൈറ്റോപ്ലാസ്റ്റിലുള്ള ഓർഗനെല്ലാസാണ്. ഫസ്റ്റ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം, ഇതൊക്കെ വെറുതെ നോട്ട് ആയതുകൊണ്ട് എഴുതിയേക്കുന്നതാണ്. ഇറ്റ് ഈസ് എ സോസേജ് ഷേപ്ഡ് സ്ട്രക്ചർ മെയ്ഡ് അപ്പ് ഓഫ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇൻ്റർ മെംബ്രെയിൻ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിലുള്ള ഒരു പാർട്ടാണ്, പവർ ഹൗസാണ്, സൈറ്റോപ്ലാസ്റ്റിലുണ്ട്, സോസേജ് ഷേപ്പാണ്, 2 മെംബ്രെയിൻ ഉണ്ട്. ദ ഇന്നർ പോർഷൻ ഓഫ് ദ മൈറ്റോകോൺട്രിയ ഇസ് ഫിൽഡ് വിത്ത് മാട്രിക്സ്. മാട്രിക്സ് കണ്ടെയ്ൻ ഡിസോൾവ്ഡ് എൻസൈം. നമ്മുടെ പാർട്ട് ഈ എൻസൈമാണ്. അപ്പോൾ 2 ലെയറുണ്ട്. ഈ 2 ലെയറിൻ്റെ ഇടയിൽ ഒരു മാട്രിക്സ് ഉണ്ട്. ഈ മാട്രിക്സിൻ്റെ അതൊരു എൻസൈം ഡിസോൾവ്ഡ് ആണ്. ഇതെന്തിനാവശ്യമാണ്? ബയോകെമിസ്ട്രിയിലാണ് ഇനി പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. ഇറ്റ്സ് നമ്പർ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി എനർജി റിക്വയർമെൻറ്റ് ഓഫ് ദ സെൽ. അതായത് ഒരു സെല്ലിന് കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ അവിടെ മൈറ്റോകോൺട്രിയ കൂടുതൽ കാണും. നമ്മളെവിടെയാണ് പറഞ്ഞത്? കാർഡിയാക് മസിൽസിൽ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. കാരണം എപ്പോഴും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ മൈറ്റോകോൺട്രിയസ് ആവശ്യമാണ്. അതുകൊണ്ട് കാർഡിയാക് സെല്ലിലാണ് ഏറ്റവും കൂടുതൽ. അത് പിന്നെ സ്കെലിറ്റൽ മസിൽസിലൊക്കെ ഉണ്ട്. കാരണം മൂവ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണോ കൂടുതൽ എനർജി വേണ്ടത് അവിടെ മൈറ്റോകോൺട്രിയാസ് കൂടുതൽ കാണും. കാരണം ഇത് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. Mitochondria are self-replicative and produce in larger number whenever extra energy is required by the cell. ഇപ്പോൾ എവിടെയെങ്കിലും ഒരുപാട് എനർജി വേണമെങ്കിൽ ഈ മൈറ്റോകോൺട്രിയ ഡബിൾ ആകും. അങ്ങനെ ഒരുപാട് നമ്പർ വരും. എന്തിനാണ്? കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് മൈറ്റോകോൺട്രിയ. അതായത് ഒരു സോസേജ് ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് സോസേജ് ഷേപ്പ്. Function of mitochondria. Mitochondria contain large quantity of enzyme that convert food product to carbon dioxide and water by citric acid cycle. അപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്ക് ഫിസിയോളജിയിൽ വലിയ ഫംഗ്ഷൻ ഉണ്ട്. മൈറ്റോകോൺട്രിയയിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻസൈം ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? കൺവേർട്ട് ഫുഡ് പ്രൊഡക്റ്റ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഈ ഫുഡ് പ്രൊഡക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബൈ സിട്രിക് ആസിഡ് സൈക്കിൾ. Energy liberated during the reaction is used for the synthesis of high energy molecules such as ATP, adenosine triphosphate. ഇപ്പോൾ ATP എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പഠിക്കും. ഈ ATP ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ആകുന്നത്. അപ്പം എവിടെയാണ് സംഭവിക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ ഫുഡ് പ്രൊഡക്റ്റിനെ കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറ്റുന്നു. ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. അതിൽ നിന്ന് പുറത്തേക്ക് സെക്രീറ്റ് ആകുന്നതാണ് അഡിനോസിൻ, ATP. ബയോകെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. The ATP is transported out of mitochondria to the place where energy is required. എന്നിട്ട് ഈ റിലീസ് ആകുന്ന ATP മൈറ്റോകോൺട്രിയയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? എവിടെയാണോ എനർജി കൂടുതൽ വേണ്ടത് അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ കാർഡിയാക് മസിൽസിൽ എപ്പോഴും ഹാർട്ട് ബീറ്റിന് എനർജി വേണം. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ നിന്ന് ATP റിലീസായിട്ട് കാർഡിയാക് മസിൽസിലേക്ക് പോകുന്നു. അതായത് ഏത് സൈറ്റിലാണോ പോകേണ്ടത് അവിടേക്ക് പോകുന്നു. എന്തിനാണ്? എനർജി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി റിക്വയർമെൻറ്റ് ഓഫ് ദ സെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെയാണോ എനർജി കൂടുതൽ വേണ്ടത് അവിടെ ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയാസ് കാണും. റെക്റ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലമൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ഫിസിയോളജിയിൽ നമ്മൾ റഫായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ ഫ്ലാറ്റ് വെസിക്കുലാർ സ്ട്രക്ചർ ഇസ് ഇൻ്റർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇതൊരു നെറ്റ്വർക്ക് പോലെയാണ്, ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം 2 ടൈപ്പ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം വിത്ത് ഗ്രാനുലാർ സ്ട്രക്ചർ ഓൺ ഇറ്റ്സ് ഔട്ടർ സർഫസ് ഇസ് കോൾഡ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. ഇതെങ്ങനെയാണ്? എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിന് റൈബോസോം അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ സെൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസൈസ്. എന്തിനാണ് ഈ റൈബോസോം യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടിയിട്ടാണ്. നിസൽ ഗ്രാനുൾസ് ഓഫ് ന്യൂറോൺ ആൻഡ് അസിനാർ സെൽസ് ഓഫ് പാൻക്രിയാസ് ഹാവ് വെൽ ഫോംഡ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. അപ്പോൾ ഏറ്റവും കൂടുതൽ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഉള്ളത് ന്യൂറോണിലാണ്. ഇനിസൽ ഗ്രാനുൾസ് അതിനൊരു വയലറ്റ് ഡിസ്കളറേഷൻ കൊടുക്കുന്നതാണ് ഇനിസൽ ഗ്രാനുൾസ്. അതിനോടൊപ്പം അസിനാർ സെൽസ് ഓഫ് പാൻക്രിയാസിലും റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഉണ്ട്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നത്. ഈ പിക്ചർ കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് സെൽ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതാണ് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഇതിങ്ങനെ ഒരു ജസ്റ്റ് നെറ്റ്വർക്ക് പോലെയാണ്. അപ്പോൾ ഈ റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നും റൈബോസോം അറ്റാച്ച് ചെയ്യാത്തതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നു. ഇതിൻ്റെ ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസൈസ് ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഇറ്റ് ഡസ് നോട്ട് ഹാവ് റൈബോസോം. അതുകൊണ്ടാണ് സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ അബൻഡൻസ് ഇൻ സെൽ വിച്ച് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ലിപ്പിഡ് ആൻഡ് സ്റ്റെറോയിഡ് സിന്തസൈസ്. അപ്പോൾ ഇതൊന്ന് ഓർക്കുക, റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പ്രോട്ടീൻ സിന്തസൈസിനും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഫാറ്റ് അതർവൈസ് ലിപ്പിഡ് ഓർ സ്റ്റെറോയിഡ് സിന്തസൈസിനുമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൽ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്, ലേഡിക് സെൽസ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ സ്കെലിറ്റൽ ആൻഡ് കാർഡിയാക് മസിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഈസ് മോഡിഫൈഡ് ടു ഫോം സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം. സ്കെലിറ്റൽ മസിൽസിലും കാർഡിയാക് മസിൽസിലും സാക്രോപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞാൽ സാക്രോലീമ, അതായത് മസിൽസിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് സാക്രോപ്ലാസ്മ. മസിൽസിലുള്ള അതായത് സൈറ്റോപ്ലാസ്മിന് പറയുന്ന പേരാണ്. സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറഞ്ഞാൽ മസിൽസിലുള്ളത്. അപ്പോൾ സാക്രോ എന്ന് പറഞ്ഞാൽ എപ്പോഴും മസിൽ എന്നാണ് ഓർത്തോണം കേട്ടോ. അപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ സിന്തസൈസ് ആണ്. ഇതിൻ്റെ റൈബോസോം ഇല്ല, അതുകൊണ്ടാണ് സ്മൂത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്കെലിറ്റൽ മസിൽസിലും കാർഡിയാക് മസിൽസിലും ഒക്കെ ഉണ്ട്. അവിടെ അറിയപ്പെടുന്ന സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നാണ്. ഫങ്ഷൻസ് ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഹെൽപ്പ് സിന്തസൈസ് ഓഫ് ലിപ്പിഡ്, drug degradation, glycogen metabolism and control of calcium ion concentration. Synthesis of lipid ഉണ്ട്. Drug degradation, ഗ്ലൂക്കോസ് മെറ്റബോളിസം അതായത് ഗ്ലൈക്കോജൻ മെറ്റബോളിസം, കൺട്രോൾ ഓഫ് കാൽഷ്യം അയൺ കോൺസെൻട്രേഷൻ, ഇതൊക്കെയാണ് ഫങ്ഷൻ. അടുത്തതാണ് റൈബോസോംസ്. റൈബോസോംസ് ആർ സ്പെറിക്കൽ പാർട്ടിക്കിൾ ഫൗണ്ട് ബോത്ത് ഫ്രീ ആൻഡ് ബൗണ്ടഡ് ഫോം. ഫ്രീ ആയിട്ടുമുണ്ട് സെല്ലിനകത്തൂടെ, ബൗണ്ട് ചെയ്യുന്ന എന്തിനോടാണ്? എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തോടാണ് ബൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബൗണ്ട് ഫോം ഇസ് പ്രസൻറ്റ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ER, അതായത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. റൈബോസോം ആർ മെയ്ഡപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസൈസിന് യൂസ് ചെയ്യുന്നതാണ്. RNAയും പ്രോട്ടീനും കൊണ്ടാണ് ഈ റൈബോസോം ഈസ് മെയ്ഡപ്പ് ഓഫ്. റൈബോസോം ഈസ് മെയ്ഡപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ഫങ്ഷൻ ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസൈസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്ന റൈബോസോമും റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലവുമാണ്. അടുത്തതാണ് ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് റിസംബിൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. അതായത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പോലെയൊക്കെ ഇരിക്കും, പക്ഷേ റെക്റ്റിക്കുലം അല്ല. ഇറ്റ് മെയ്ഡപ്പ് ഓഫ് മൾട്ടിപ്പിൾ ലെയർ ഓഫ് തിൻ ഫ്ലാറ്റ് വെസിക്കിൾ ലൈങ് നിയർ ദ ന്യൂക്ലിയസ്. വളരെ തിന്നായിട്ട് ഫ്ലാറ്റായിട്ടുള്ള വെസിക്കിൾസ് കൊണ്ടാണ് ഗോൾജി അപ്പാരറ്റസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലവും തമ്മിൽ ചിലപ്പോൾ മാറിപ്പോവും. ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ അനാട്ടമിയൊക്കെ നമ്മൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞതാണ്. 2 ഫേസ് ഉണ്ട്, സിസ് ഫേസ്, ട്രാൻസ് ഫേസ്, ഇതെല്ലാം അനാട്ടമിയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി. ഫങ്ഷൻസ് ഓഫ് ഗോൾജി അപ്പാരറ്റസ് ഇറ്റ് കോൺസെൻട്രേറ്റ് പ്രോട്ടീൻ ആൻഡ് പോളിസാക്രൈഡ്. ഗോൾജി അപ്പാരറ്റസ് പ്രോട്ടീനെയും പോളിസാക്രൈഡിനെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസൈസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് പോർഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഗ്ലൈക്കോപ്രോട്ടീൻ്റെ കാർബോഹൈഡ്രേറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ പാർട്ടാണ്, അതിനെ സിന്തസൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ലൈസോസോം എൻസൈം. അപ്പോൾ ഗോൾജി അപ്പാരറ്റസിന് കുറേ ഫംഗ്ഷൻ ഉണ്ട്. ലൈസോസോം എൻസൈമിൻ്റെ സിന്തസൈസ് നടക്കുന്ന ഗോൾജി അപ്പാരറ്റസിലാണ്. ലൈസോസോം ആർ നോൺ ആസ് ദ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഈ ലൈസോസോമിലാണ്. അപ്പോൾ ഇതൊന്നും ഓർക്കുക, സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെല്ലാണ് ലൈസോസോം
ലൈസോസോമിലേക്ക്, അതായത് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ സെല്ലിലുണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതൊക്കെ ഈ ലൈസോസോമാണ്. അതിനൊരു എൻസൈം വേണം. ആ എൻസൈം ഫോം ചെയ്യുന്നത് ഗോൾജി അപ്പാരറ്റസിലാണ്. അതോടൊപ്പം തന്നെ ഗോൾജി അപ്പാരറ്റസ് കാർബോഹൈഡ്രേറ്റ്, അതായത് ഗ്ലൂക്കോസ് പോർഷനിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ സിന്തസൈസിന് യൂസ് ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് പോളിസാക്കറൈഡ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നഴ്സിംഗ് ഭയങ്കര ഈസി ആകും. എൻട്രൻസ് എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ അനാട്ടമി, ഫിസിയോളജി എന്നൊക്കെയുള്ളതാണ്. ലൈസോസോം ആർ ഫോംഡ് ബൈ ഗോൾജി അപ്പാരറ്റസ് ആൻഡ് ആർ പ്രസൻറ്റ് ത്രൂ ഔട്ട് ദി സൈറ്റോപ്ലാസം. ഗോൾജി അപ്പാരറ്റസിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എൻസൈമൊക്കെ ഫോം ചെയ്യുന്നതൊക്കെ ഗോൾജി അപ്പാരറ്റസിലാണ്. ദേ ആർ ഫിൽഡ് വിത്ത് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ആണ് എന്തെങ്കിലും ടോക്സിനൊക്കെ വന്നാൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് ലൈസോസോം ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ഡാമേജ്ഡ് സബ്സ്റ്റൻസ് ആൻഡ് ഫോറിൻ ബോഡീസ് സച്ച് ആസ് ബാക്ടീരിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യുക, ഡീടോക്സിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റിഗ്രഷൻ ഓഫ് ടിഷ്യൂസ്. എക്സാമ്പിൾ, റിഗ്രഷൻ ഓഫ് യൂട്രസ് ആഫ്റ്റർ ഡെലിവറി ഓഫ് ബേബി ആൻഡ് മെമ്മറി ഗ്ലാൻഡ്സ് ആഫ്റ്റർ ലാക്ടേഷൻ. അതായത് യൂട്രസ് ഡെലിവറിയുടെ സമയത്ത്, അതായത് ബേബിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി യൂട്രസ് അതിൻ്റെ എൻലാർജ് ചെയ്യും. അതായത് 60 ഗ്രാം ഉള്ളത് 1 കിലോയൊക്കെ 1 kg ഒക്കെ ആയിട്ട് എൻലാർജ് ചെയ്യും. അത് വൺസ് ബേബി ബോൺ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് വരുന്നത് ഒക്കെ ഈ ലൈസോസോമിൻ്റെ ഫംഗ്ഷനാണ്. ഡെഫിഷ്യൻസി ഓഫ് ലൈസോസോമൽ എൻസൈം ലീഡ് ടു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ഡെഫിഷ്യൻസി ഓഫ് ലൈസോസോം ക്യാൻ ലീഡ് ടു ലൈസോസോം സ്റ്റോറേജ് ഡിസീസ്. അടുത്തതാണ് പെറോക്സിസോംസ് ആർ സിമിലർ ടു ലൈസോസോം ഫോംഡ് ഫ്രം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അപ്പോൾ ലൈസോസോം ഫോം ചെയ്യുന്ന ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണെങ്കിൽ പെറോക്സിസോം ഫോം ചെയ്യുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ദേ കണ്ടെയ്ൻ ഓക്സിഡൈസ് ആൻഡ് കാറ്റലൈസ്. സെയിം തിങ് ആണ്. അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യുക, ഡീടോക്സിഫൈ ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക, ഇതൊക്കെ പെറോക്സിസോമിനും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷൻ ഓക്സിഡൈസ്, ജനറേറ്റ് ആൻഡ് കാറ്റലൈസ് ബ്രേക്ക് ഡൗൺ ഹൈഡ്രജൻ പെറോക്സൈഡ്. They break down fatty acids by the process of beta oxidation. അടുത്തതാണ് ന്യൂക്ലിയസ്. അപ്പോൾ സെല്ലിലെ ഏറ്റവും ലാസ്റ്റത്തെ, അതായത് സെൻട്രലിലുള്ള പോർഷനാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇസ് എ സ്പെറിക്കൽ സ്ട്രക്ചർ കവേർഡ് ബൈ എ ന്യൂക്ലിയസ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് എ കൺട്രോൾ സെൻറ്റർ ഓഫ് ദ സെൽ മെംബ്രെയിൻ. ഡീറ്റെയിൽ പറയാത്തത് അനാട്ടമി പറഞ്ഞുകൊണ്ടാണ്. ന്യൂക്ലിയസ് കൺട്രോൾ, എന്തൊക്കെയാണ് ന്യൂക്ലിയസ് കൺട്രോൾ ചെയ്യുന്നത്? ഇത് ഫിസിയോളജിയാണ്. കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ ദ സെൽ, റീപ്രൊഡക്ഷൻ ഓഫ് ദ സെൽ. അതായത് ഈ സെല്ലിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ്. റീപ്രൊഡക്ഷൻ, ഒരു സെല്ല് 2 ആകുക അല്ലെങ്കിൽ 4 ആകുക, ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അടുത്തത് ന്യൂക്ലിയസ് കണ്ടെയ്ൻ ന്യൂക്ലിയോ ആൻഡ് ക്രൊമാറ്റിൻ മെറ്റീരിയൽ. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂക്ലിയോസസ് ഉണ്ട്, ക്രൊമാറ്റിൻ മെറ്റീരിയലും ഉണ്ട്. ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡപ്പ് ഓഫ് വാട്ടർ. ന്യൂക്ലിയസ് വാട്ടറാണ് മെയിൻ പോർഷൻ. 80% ഓഫ് ദ ഡ്രൈ വെയിറ്റ് ഇസ് ഫോംഡ് ബൈ പ്രോട്ടീൻ, 18% ബൈ DNA, 2% ബൈ RNA. അപ്പം ന്യൂക്ലിയസിലെ 80% പ്രോട്ടീൻ, 18% DNA, 2% RNA. Nucleus contain a densely stained network of DNA and protein. This is called chromatin. എന്താണ് ക്രൊമാറ്റിൻ? ന്യൂക്ലിയസിലുള്ള ഡെൻസ്ലി സ്റ്റെയിൻഡ്, ഇങ്ങനെ വളരെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ സ്റ്റെയിൻ ആയിട്ടുള്ള ഒരു കട്ടിയുള്ള പോർഷനാണ്. അതൊരു നെറ്റ്വർക്ക് പോലെയാണ്. ഇതിന് എന്തുകൊണ്ടൊക്കെയാണ് DNA-യും പ്രോട്ടീനും ഉണ്ട്. ഇതിനെയാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. Chromatin material gets organized and is readily identified as chromosome during cell division. ഇങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് പോലെയുള്ളത് കളറ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, 1 or 2 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എപ്പോഴാണ് സെൽ ഡിവിഷൻ. അങ്ങനെയാണ് പുതിയൊരു സെല്ലുണ്ടാകുന്നത്. ഈച്ച് സ്പീഷീസ് ഹാസ് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രോമസോം. ഓരോ സ്പീഷീസിനും ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ്. ഹ്യൂമൻ ബോഡിക്ക് എത്രയാണ്? 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് വേണ്ടത്. ജീൻസ് ആർ ദ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്ററി യൂണിറ്റ് ആണ് ജീൻസ്. ഈച്ച് ജീൻ ഈസ് എ പോർഷൻ ഓഫ് DNA മോളിക്യൂൾ. ദേ ആർ പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ന്യൂക്ലിയസ് സെൻട്രൽ പോർഷനാണ്. ന്യൂക്ലിയസിൽ ഒരു ഏറ്റവും നടുക്കൊരു പോർഷൻ ഉണ്ട്, അത് ന്യൂക്ലിയോസസ് എന്ന് പറയുന്നു. അതിന് ചുറ്റും ക്രൊമാറ്റിൻ ഉണ്ട്. ക്രൊമാറ്റിൻ ഒരു നെറ്റ്വർക്കാണ്. അനാട്ടമി പറഞ്ഞതാണ് പിക്ചർ സഹിതം. നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത് DNA, RNA ആൻഡ് പ്രോട്ടീൻ കാരണമാണ്. ഇതൊരു നെറ്റ്വർക്ക് ആണെങ്കിലും ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇത് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് നമ്പർ ഓരോ സ്പീഷീസിനും കൊടുക്കുന്നു. ഹ്യൂമൻ ബോഡിയുടെ 23 പെയറാണ്, അതായത് 23 ഫ്രം ഈച്ച് പാർട്ട്ണർ ഓർ പാരറ്റ്.
ദെൻ ജീനാണ് ഹെറിഡിറ്ററിയുടെ ബേസിക് യൂണിറ്റ്. ജീൻ DNA-യിൽ നിന്നാണ് വരുന്നത്. ഇത് ക്രോമസോമിലാണ് പ്രസൻറ്റ്. അടുത്തത് ന്യൂക്ലിയർ മെംബ്രെയിനാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് 2 ലെയർ, ഔട്ടർ ലെയർ ആൻഡ് ഇന്നർ ലെയർ. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് സെവറൽ 1000 ന്യൂക്ലിയർ പോർട്സ്. ഈ മെംബ്രെയിനകത്ത് 2 ലെയറുണ്ട്, കുറേ ചെറിയ ചെറിയ പോർട്സുകളുണ്ട്. ദീസ് പോർ അലോ ലോവർ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസ് പാസ് ത്രൂ ദം. അപ്പോൾ ഈ ചെറിയ ചെറിയ പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോൾ എന്നാണ്. ഇതിലൂടെ ചെറിയ ചെറിയ വെയിറ്റ് കുറഞ്ഞ തിങ്സ്, മെറ്റീരിയൽസ് അപ്പ് ആൻഡ് ഡൗൺ ന്യൂക്ലിയസിലേക്കും പോവും, ന്യൂക്ലിയസിന് പുറത്തേക്കും പോവും. പുറത്തെന്താണുള്ളത്? സെല്ലാണ്. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കും പോവും. അടുത്ത് ന്യൂക്ലിയോളൈ. ന്യൂക്ലിയോളസ് എന്നൊക്കെ പറഞ്ഞാൽ ന്യൂക്ലിയോളൈ. ന്യൂക്ലിയോളൈ ആർ ലൈറ്റ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചർ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു സ്റ്റെയിൻഡ് സ്ട്രക്ചറാണ് ന്യൂക്ലിയസ്. ദേ സിന്തസൈസ് ആൻഡ് സ്റ്റോർ RNA ആൻഡ് പ്രോട്ടീൻ. RNA-നെയും പ്രോട്ടീനെയും സിന്തസൈസ് ചെയ്യുന്ന ന്യൂക്ലിയോളൈയാണ്. ലേറ്റർ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ടു ഫോം മച്ചുർ റൈബോസോം വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോട്ടീൻ സിന്തസൈസ്. അപ്പോൾ റൈബോസോമിൽ നമ്മൾ RNA-യും പ്രോട്ടീനും കണ്ടു. ഈ RNA-യും പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലുള്ള ന്യൂക്ലിയോളയിലാണ്. ഈ ന്യൂക്ലിയോളൈ വൺസ് സിന്തസൈസ് ചെയ്ത് അത് മച്ചുറായി കഴിഞ്ഞിട്ട് റൈബോസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ്? പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻ സിന്തസൈസ് റൈബോസോമിൻ്റെ ഫംഗ്ഷനാണ്. ഇതെങ്ങനെയാണ്? ന്യൂക്ലിയസിൽ നിന്ന് സെൽ മെംബ്രെയിൻ വഴി എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിലേക്ക് പോകും. ഈ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൽ റൈബോസം അറ്റാച്ച്ഡ് ആണ്. അവിടുന്ന് തന്നെ സിന്തസൈസ് തുടങ്ങുന്നു. ഇങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നത്. അടുത്തതാണ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രൂപം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആകൃതി കൊടുക്കുന്നത് ഈ സൈറ്റോസ്കെലിറ്റൻ ആണ്. സൈറ്റോസ്കെലിറ്റൻ is a system of fiber that maintain the structure of the cell and permit the cell to change its shape. ഈ സൈറ്റോസ്കെലിറ്റൻ്റെ ഫംഗ്ഷൻ ആണ് give structure to the cell. At the same time ചേഞ്ച്, അതായത് സെല്ലിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഈ സൈറ്റോസ്കെലിറ്റൻ ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സെൽ. സെല്ലിന് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. സ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഫ്രെയിം വർക്കാണ്. സ്കെലിറ്റൻ ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം അങ്ങനെ യോജിച്ച് പോകും. അപ്പോൾ സ്കെലിറ്റൻ ഉള്ളപ്പോഴാണ് ഒരു സെല്ലിന് ഇങ്ങനെ ഒരു ഹ്യൂമൻ ബോഡിക്ക് സ്ട്രക്ചർ കൊടുക്കുന്നത് എന്താണ്? ബാക്ക് ബോൺ അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റമാണ്. സ്കെലിറ്റൽ സിസ്റ്റം ഇല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് ഇങ്ങനെ അതുപോലെ നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ ഓരോ സെല്ലിനും സ്കെലിറ്റൻ ഉണ്ട്. ഈ സ്കെലിറ്റനാണ് സൈറ്റോസ്കെലിറ്റൻ. കാരണം സൈറ്റോസ്കെലിറ്റൻ സെല്ലിലുള്ള സ്കെലിറ്റൻ. അപ്പോൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സൈറ്റോസ്കെലിറ്റൻ ഈസ് മെയ്ഡപ്പ് ഓഫ് മൈക്രോഫിലമെൻറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് ആൻഡ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോഫിലമെൻറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് ആൻഡ് മൈക്രോട്യൂബ്യൂൾസ്. ഈ പിക്ചർ നോക്കി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. മൈക്രോഫിലമെൻറ്റ്സ് ഏതാണ്? അകത്തൂടെ കിടക്കുന്നതാണ് ഈ മൈക്രോഫിലമെൻറ്റ്സ്. ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് അതിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്. മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, ഈ ഗ്രീൻ പോർഷനാണ് മൈക്രോട്യൂബ്യൂൾസ്. Microfilaments are long, solid fiber 4 to 5 nanometer in diameter. ലോങ് ആണ്, സോളിഡ് ആണ്, 4 to 5, 6 നാനോമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ആക്റ്റിൻ മോളിക്യൂൾ ആൻഡ് പ്രൊവൈഡ് ഇലാസ്റ്റിക് സപ്പോർട്ട് ഫോർ ദ സെൽ മെംബ്രെയിൻ. ഇത് ആക്റ്റിൻ മോളിക്യൂൾ കൊണ്ടാണ് ഇത് പ്രൊവൈഡ് ഇലാസ്റ്റിക് സപ്പോർട്ട്. അതായത് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യുക, ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്നൊക്കെ ഇലാസ്റ്റിക് ഈ സ്ട്രക്ചറാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ആക്റ്റിൻ മോളിക്കുലാർ ജി ആക്റ്റിനാണ് ഇതിലുള്ളത്. ഇത്രയൊന്നും അറിഞ്ഞില്ലെങ്കിലും മൈക്രോഫിലമെൻറ്റ്സ് ലോങ് സോളിഡ് ആണ്, ഇതാണ് ആക്റ്റിൻ മോളിക്യൂൾസ് ഉണ്ട്, ഇറ്റ്സ് പ്രൊവൈഡ് ഇലാസ്റ്റിക് സപ്പോർട്ട് ടു ദ സെൽ എന്ന് അറിഞ്ഞാൽ മതി. ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് നമ്മൾ പിക്ചറിൽ കണ്ടതാണ്. ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് ആർ 8 to 14 നാനോമീറ്റർ. അപ്പോൾ മൈക്രോഫിലമെൻറ്റ്സിന് എത്രയായിരുന്നു? 4 to 6 ആയിരുന്നു. ഇൻ്റർമീഡിയറ്റ് കുറച്ചുകൂടിയൊക്കെ തിക്നെസ് ഉള്ളതാണ്. 8 to 14 നാനോമീറ്റർ ആണ് ഡയമീറ്റർ. ദ കണക്ട് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ടു ദ സെൽ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ അതായത് ന്യൂക്ലിയസിൻ്റെ ഔട്ട്സൈഡ് കവറിങ്ങിനെ സെല്ലിൻ്റെ മെംബ്രെയിനായിട്ട് കണക്ട് ചെയ്യുന്നു. അതാണ് ഈ ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിൽക്കുക. എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് നിൽക്കുന്നത്? ന്യൂക്ലിയസ് മെംബ്രെയിൻ്റെ സെൽ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് നിന്ന് കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്. ദേ ആർ ഫൗണ്ട് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സെൽ. എല്ലാ സെല്ലിലും, ആനിമൽ സെല്ല്, ഹ്യൂമൻ സെല്ല്, എവറിത്തിങ് എല്ലാത്തിലും ഉണ്ട്. ആബ്സെൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് സെൽ കോസ് ഈസി സെൽ റപ്ചർ. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ഫിലമെൻ്റ് ഇല്ലെങ്കിൽ സെൽ ഫാസ്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ആകും അല്ലെങ്കിൽ റപ്ചർ ആകും. മൈക്രോട്യൂബ്യൂൾസ്
Microtubules are long, hollow structure with a diameter of 15 nanometer. അപ്പോൾ ഏറ്റവും വലുത് മൈക്രോട്യൂബ്യൂൾസ് ആണ്. ആ സെൻറ്ററിൽ കാണുന്ന ഗ്രീൻ പോർഷനാണ് മൈക്രോട്യൂബ്യൂൾസ്. 15 നാനോമീറ്റർ ആണ്. ദേ ആർ ഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓഫ് 2 ഗ്ലോബുലാർ പ്രോട്ടീൻ സബ് യൂണിറ്റ് ആൽഫ ആൻഡ് ബീറ്റ ട്യൂബുലിൻ. Microtubules provide tract for the transportation of vesicle and organelle like mitochondria, one fun part of the cell to the another. ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക. എന്തിനൊക്കെയാണ്? ഈ മൈറ്റോകോൺട്രിയ ആൻഡ് അതർ ഓർഗനലിനൊക്കെ ഒരു സെല്ലിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റേ പാർട്ടിലേക്ക് പോകാനുള്ള ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വഴി കൊടുക്കുന്നത് ഈ മൈക്രോട്യൂബ്യൂളാണ്. ദേ ഫോം എ സ്പിൻഡിൽ വിത്ത് മൂവ് ദ ക്രോമസോം ഡ്യൂറിങ് മൈറ്റോസിസ്. ഇത് മൈറ്റോസിസിൻ്റെ സമയത്ത്, അതായത് സെൽ ഡിവിഷൻ്റെ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഈ മൈക്രോട്യൂബ്യൂൾസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് അക്രോസ് സെൽ മെംബ്രെയിൻ. ഈ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് അക്രോസ് സെൽ മെംബ്രെയിൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് സെൽ മെംബ്രെയിനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ സബ്സ്റ്റൻസ് പോകുന്നത്? ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പം ഇങ്ങനെ ഒരു സെല്ലുണ്ടെങ്കിൽ ഈ ഇത് സെല്ലാണ്, ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്, ഇതിനെയാണ് ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഔട്ട്സൈഡിലും ഫ്ലൂയിഡ് ഉണ്ട്, ഇതിനെയാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലിനകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഈ അകത്തെ ഫ്ലൂയിഡിൻ്റെയും ഇൻസൈഡിലെ ഫ്ലൂയിഡിൻ്റെയും അതിൻ്റെ കോൺസെൻട്രേഷനിലും പാർട്ടിക്കിൾസിലും ഒക്കെ ഡിഫറെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇത് ശരിക്കും ബാലൻസ് ഇല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാറിലേക്കുള്ള ഫ്ലൂയിഡ് എല്ലാം വന്നാൽ സെല്ലിങ്ങനെ പോകും. അപ്പോഴാണ് ഈ ബോഡിക്ക് പല ചേഞ്ചസും വരുന്നത്. അല്ലെങ്കിൽ ഈ സെല്ലിൻ്റെ അകത്തുനിന്ന് ഫ്ലൂയിഡ് മുഴുവൻ എക്സ്ട്രാ സെല്ലുലാറിലേക്ക് പോയാൽ ഇങ്ങനെ സെല്ലിങ്ങനെ ഷ്രിങ്കായി പോകും. അപ്പോൾ അതൊന്നും വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഫ്ലൂയിഡ് കയറാനും ഇറങ്ങാനും അല്ലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രത്യേക ഒരു എനർജിയും അതിൻ്റെ ഒരു കണ്ടൻറ്റും കാരണമാണ്. ദിസ് ഡിഫറൻസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ. അതില്ലെങ്കിൽ ഈ എക്സ്ട്രാ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും തമ്മിലുള്ള കെമിക്കൽ കമ്പോസിഷൻ ഈക്വൽ അല്ലെങ്കിൽ ലൈഫില്ല, അതായത് ആ സെല്ല് ഡെത്താവും. The transport of nutrient, oxygen and other substance across the cell membrane influence the various physiological activity. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ്? ന്യൂട്രീഷൻ, ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഓക്സിജൻ, നറീഷ് ചെയ്തത് ഓക്സിജനേറ്റ് ചെയ്യുക. ആൻഡ് അതർ സബ്സ്റ്റൻസ്, അതാണ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. The lipid bilayer of the cell membrane allow lipid soluble substance to pass through it. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിപ്പിഡ് സോളുബിൾ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഓക്സിജനും ആൽക്കഹോളും ഈസി ആയിട്ട് പാസ് ചെയ്യും. കാരണം ഈ സെൽ മെംബ്രെയിൻ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ളതാണ്, ബൈലെയർ ആണ്. ലിപ്പിഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ആർ സെലക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ബൈ പ്രോട്ടീൻ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ സെൽ മെംബ്രെയിൻ. അപ്പോൾ ലിപ്പിഡ് സോലുബിൾ ലിപ്പിഡിൽ കൂടെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ലിപ്പിഡ് ഇൻസോലുബിൾ ആയിട്ടുള്ളത് കുറച്ചൊക്കെ പ്രോട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. ദീസ് പ്രോട്ടീൻ ആർ കോൾഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലിപ്പിഡ് ഇൻസോലുബിളിനെ, അയണ്, ഗ്ലൂക്കോസ്, ഇതൊക്കെ ലിപ്പിഡ് ഇൻസോലുബിൾസ് ആണ്. ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീന് പറയുന്ന പേരാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ട്രാൻസ്പോർട്ട് പ്രോട്ടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആർ 2 ടൈപ്പ്. 2 ടൈപ്പ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഉണ്ട്. എന്തിനാണ് ഈ ലിപ്പിഡിലേക്ക്, മീൻസ് ഇൻസോലുബിൾ ആയിട്ടുള്ള, വാട്ടറിൽ മാത്രം സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്ന, സെല്ലിൽ നിന്ന് അപ്പുറത്തേക്കും കൊണ്ടുപോകുന്ന പ്രോട്ടീൻ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആർ 2 ടൈപ്പ്. ഏതൊക്കെയാണ്? ചാനൽ പ്രോട്ടീൻ ആൻഡ് കാരിയർ പ്രോട്ടീൻ. ചാനൽ പ്രോട്ടീൻ ഉണ്ട്, കാരിയർ. ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴി കൊടുക്കുക, ചാനൽ വേ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ ചാനൽ ഒരു വഴി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് ചാനൽ പ്രോട്ടീൻ. കാരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രോട്ടീൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് കാരിയർ പ്രോട്ടീൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ഈ ചാനൽ പ്രോട്ടീൻ്റെയും കാരിയർ പ്രോട്ടീൻ്റെയും പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചാനൽ പ്രോട്ടീൻ നോക്കിയേ, ഇതൊരു വഴി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള അയൺ, അത് അയൺ എന്ന് പറഞ്ഞാൽ സോഡിയം ആകാം, പൊട്ടാഷ്യം ആകാം, ഇതെല്ലാം അയണാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ചാനൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഇത് ക്ലോസ് ആവും. ഇത് കാരിയർ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇതിൻ്റെ അകത്ത് മോളിക്യൂൾ എൻ്റർ ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകുന്നു. അതും ഓരോ ആക്ഷനാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയല്ല, കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതിനെയാണ് കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ചാനൽ പ്രോട്ടീൻ ഹാവ് വാട്ടറി സ്പേസ് ത്രൂ ദ മോളിക്യൂൾ ആൻഡ് therefore allow free movement of certain iron and molecule. അതായത് ഈ ചാനൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ പാത്വേയിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഇത് എന്താണ്? ഫ്രീ ഫ്ലോ. ഒരു അയണിനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് സെൽ മെംബ്രെയിനിലൂടെ സെല്ലിൽ നിന്ന് ഔട്ട്സൈഡിലേക്കോ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്കോ പാസ് ചെയ്യാൻ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്.
പ്രോട്ടീൻ ചാനൽ ഹാവ് ടു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ പ്രോട്ടീൻ ചാനലിന് 2 ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഏതൊക്കെ? ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ ടു സർട്ടൺ സബ്സ്റ്റൻസ്. അതായത് സെലക്റ്റീവ്ലി ചില സബ്സ്റ്റൻസിനെ മാത്രമേ ഈ ചാനൽ പ്രോട്ടീൻ, അതായത് ഈ വേയിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. മെനി ഓഫ് ദ ചാനൽ ക്യാൻ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ് ബൈ ഗേറ്റ്. ഈ ചാനലിനെല്ലാം മെനി ഓഫ് ദ ചാനൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പം ചില സബ്സ്റ്റൻസ് വരുമ്പോൾ ഓപ്പൺ ആവില്ല. അതായത് ചില സബ്സ്റ്റൻസ് ഈസി സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരുമ്പോൾ ഓപ്പൺ ആവും, ഫ്രീ ആയിട്ട് പാസ് ചെയ്യും. അതായത് പെർമിയബിൾ അല്ലാത്ത സബ്സ്റ്റൻസ് വരുമ്പം ഈ പാത്ത് വേ ക്ലോസ് ആയിട്ടിരിക്കും. അതാണ് ഗേറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. കാരിയർ പ്രോട്ടീൻ ബൈൻഡ് ടു സബ്സ്റ്റൻസ് ദാറ്റ് ആർ ടു ബി ട്രാൻസ്പോർട്ടഡ് ആൻഡ് അണ്ടർഗോ കൺഫോർമേഷണൽ ചേഞ്ചസ്. അതായത് ഷേപ്പിലും സ്ട്രക്ചറിലും ഒക്കെ ചേഞ്ച് വരും. ദിസ് കോസ് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ ടു ദ അതർ സൈഡ്. ഈ കാരിയർ പ്രോട്ടീൻ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ ഈ പ്രോട്ടീൻ ഈ സബ്സ്റ്റൻസിനെ ബൈൻഡ് ചെയ്യും. ഇവിടെ കണ്ടതാണ് സബ്സ്റ്റൻസ്. ഇങ്ങനെയാണ് ആക്ച്വലി പ്രോട്ടീൻ ഇരിക്കേണ്ടത്. സബ്സ്റ്റൻസിനെ ഇങ്ങനെ പ്രോട്ടീൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പുകൾ വരും, വ്യത്യാസം വരും. അതായത് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പായി, അതിനുശേഷം ഇങ്ങനെയായി പാസ് ചെയ്യുന്ന ഭാഗത്തെല്ലാം ചേഞ്ചസ് വരും. ഇതിനെയാണ് കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ കാരിയർ പ്രോട്ടീൻ പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിപോർട്ട് ആൻഡ് ആൻറ്റിപോർട്ട്. യൂണിപോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓൺലി വൺ സബ്സ്റ്റൻസ്, ഒറ്റ ഒരു സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സിമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് 2 സബ്സ്റ്റൻസ് സെയിം ടൈം. സിമ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെയിം ടൈമിൽ 2 സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾ സോഡിയം ആൻഡ് ഗ്ലൂക്കോസ്. അതായത് സോഡിയത്തെയും ഗ്ലൂക്കോസിനെ ഒന്നിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻറ്റിപോർട്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റി എഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം. ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തത് അപ്പുറത്തേക്ക് പോകും. അതിനെയാണ് ആൻറ്റിപോർട്ട് എന്ന് പറയുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഓഫ് ദ 2 സബ്സ്റ്റൻസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സാമ്പിൾ സോഡിയം ആൻഡ് പൊട്ടാഷ്യം. സോഡിയം ഇൻസൈഡിലേക്ക് വരുമ്പോൾ പൊട്ടാഷ്യം ഔട്ട് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ പ്രോട്ടീൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. യൂണിപോർട്ട് ഈ ഒൺലി വൺ സബ്സ്റ്റൻസ് നേരെ ഇതിലേ വരുന്നു. ഇവിടെ വന്നിട്ട് ക്യാരി ചെയ്ത് അറ്റാച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ക്യാരി പ്രോട്ടീൻ. ദെൻ സിമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 സബ്സ്റ്റൻസ്, അതായത് ഗ്ലൂക്കോസും സോഡിയം ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു അയണും ഒന്നിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇനിയാണ് സിമ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ആൻറ്റിപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഇങ്ങോട്ട് പോകുമ്പം അതേ സബ്സ്റ്റൻസ് പുറത്തേക്ക് പോകുന്നു. അതായത് സോഡിയം ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടാഷ്യം ഇങ്ങോട്ട് പോകുന്നു, അല്ലെ പൊട്ടാഷ്യം ഇങ്ങോട്ട് വരുമ്പോൾ സോഡിയം ഇങ്ങോട്ട് പോകുന്നു. ഇതിനെയാണ് ആൻറ്റിപോർട്ട് എന്ന് പറയുന്നത്. ആൻറ്റി മീൻസ് എഗൈൻസ്റ്റ് എന്നാണ് അർത്ഥം. ഇനി മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു കാരിയർ പ്രോട്ടീൻ, ചാനൽ പ്രോട്ടീൻ ഉണ്ട്. കുറേ ലിപ്പിഡ് സോലുബിളൊക്കെ നേരിട്ട് ലിപ്പിഡിൽ കൂടെ പോകും. കുറേ വാട്ടർ സോലുബിളൊക്കെ ഈ പ്രോട്ടീൻ ക്യാരി ചെയ്യും, അല്ലെ ചാനലൈസ് ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടും കൂടെ പഠിച്ചാൽ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് അയൺ ഓർ മോളിക്യൂൾ ഒക്കർ ബൈ ദ ഫോളോയിങ് ബേസിക് പ്രോസസ്സ്. 2 ബേസിക് പ്രോസസ്സാണ്. ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, വെസിക്കുലാർ ട്രാൻസ്പോർട്ട്. ഡിഫ്യൂഷൻ അതായത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഡിഫ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഓസ്മോസ് ഒക്കെ നമ്മൾ പറയും. ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് വെസിക്കുലാർ ട്രാൻസ്പോർട്ട്. Diffusion is a continuous movement of molecule among one another in liquid or in gaseous state. Diffusion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്. മോളിക്യൂൾ എങ്ങോട്ടാണ് ഒന്നുകിൽ ലിക്വിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലായിട്ട് കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ നമുക്കതിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫ്യൂഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Simple diffusion, it is a movement of molecule or ion through the cell membrane without involvement of carrier protein. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മൂവ്മെൻറ്റ് ഓഫ് അയൺ ഓർ മോളിക്യൂൾ വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് കാരിയർ പ്രോട്ടീൻ ഇല്ലാതെ വരുന്നതിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിളായിട്ട് ഇങ്ങ് പോരും. ഇറ്റ് ഒക്കർ ഫ്രം ദ റീജിയൺ ഓഫ് ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൺ ഓഫ് ദ ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇതൊരു സെൽ മെംബ്രെയിൻ ആണ്. ഇത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് ആണ്. ഇത് ഇൻട്രാ സെല്ലുലാർ സ്പേസ് ആണ്. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാറിൽ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടുതലാണെങ്കിൽ ഇൻട്രാ സെല്ലുലാർ, അതായത് സെൽ മെംബ്രെയിൻ ആണിത്, ഇൻട്രാ സെല്ലുലാറിൽ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ഇതെങ്ങനെയാണ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ അപ്പോൾ ഇവിടുന്ന് ഈ അയൺ ഇങ്ങോട്ട് പാസ് ചെയ്യും. അയൺ ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 2 ചാർജായി, ഇവിടെ 2ആയി. അപ്പോൾ ഇതാണ് ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ അയൺ പാസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് പാസ് ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ദർ ഇസ് നോ നീഡ് ഫോർ കാരിയർ പ്രോട്ടീൻ.
ഇനി ഈ ഡിഫ്യൂഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഇതൊക്കെ നോക്കിയേക്കുക. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ്, വെലോസിറ്റി ഓഫ് കൈനറ്റിക് മോഷൻ, കൈനറ്റിക് മോഷൻ മൂവ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി, ഫാസ്റ്റ്നെസ്, നമ്പർ ഓഫ് ഓപ്പണിംഗ് ഇൻ ദ മെംബ്രെയിൻ, ഓപ്പണിംഗ് അതായത് എത്ര എമൗണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത് അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാകാം, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫാസ്റ്റ്നെസ് അനുസരിച്ചാകാം, അല്ലെങ്കിൽ നമ്പർ എത്ര ഓപ്പണിംഗ് ഈ സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് അനുസരിച്ചായിരിക്കാം. സിമ്പിൾ ഡിഫ്യൂഷൻ ഒക്കർ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ ആൻഡ് പ്രോട്ടീൻ ചാനൽ. അപ്പോൾ കാരിയർ പ്രോട്ടീൻ വേണ്ടെന്നേ ഉള്ളൂ. ഒന്നുകിൽ പ്രോട്ടീൻ ചാനലിനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിനെ യൂസ് ചെയ്യും. ഈ കാണുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഒരുപാട് അയൺ മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ലിപ്പിഡ് ബൈലെയറിൽ കൂടെയാണ്, ഇത് ലിപ്പിഡ് ബൈലെയർ ആണല്ലോ, ലിപ്പിഡ് ബൈലെയറിൽ കൂടെ ഇങ്ങോട്ട് പാസ് ചെയ്യും. അവിടെ പാസ് ചെയ്തിട്ട് ഇവിടെ 5 ആണ്, ഇവിടെ 5 ആവും. അപ്പോൾ 2 സ്ഥലത്തും 5 മോളിക്യൂൾ ആകുമ്പോൾ ഇത് ഈക്വലൈസ് ചെയ്യും. അപ്പോൾ ബോഡിക്ക് നല്ല സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പ്രോട്ടീൻ ചാനലിൽ കൂടെ ആണെങ്കിൽ ഈ ചാനലിൽ കൂടെ നേരിട്ട് ഇങ്ങോട്ട് വരും. ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇത് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. അത് നമുക്കൊന്ന് വായിച്ചിട്ട് ഇതൊന്നുകൂടെ കാണാം. ഡിഫ്യൂഷൻ ത്രൂ ലിപ്പിഡ് ബൈലെയർ സബ്സ്റ്റൻസ്. അപ്പോൾ ലിപ്പിഡ് ബൈലെയറിൽ കൂടെ ഡിഫ്യൂസ് ആകുന്ന ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആൽക്കഹോൾ, നൈട്രജൻ ഡിസോൾവ് ഡയറക്ട്ലി ഇൻ ദ ലിപ്പിഡ് ആൻഡ് ഡിഫ്യൂസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും നൈട്രജനും എല്ലാം ഡയറക്റ്റ് ആയിട്ട് ലിപ്പിഡ് ബൈലെയറിൽ കൂടെ ഈസി ആയിട്ട് പാസ് ചെയ്യും. അത് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് സെല്ലിന് ഇങ്ങനെ ഓക്സിജൻ കിട്ടുന്നത്. ഡിഫ്യൂഷൻ ത്രൂ പ്രോട്ടീൻ ചാനൽ. അപ്പോൾ പ്രോട്ടീൻ ചാനലിൽ കൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്ന ഏതൊക്കെയാണ്? സബ്സ്റ്റൻസ് സച്ച് ആസ് വാട്ടർ can easily pass through these protein channel. വാട്ടർ പ്രോട്ടീൻ ചാനലിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് അതർ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോട്ടീൻ ചാനൽ. ഇപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ വാട്ടർ പറയാം, ബാക്കി സബ്സ്റ്റൻസ് ഒക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അസിഡിക്കാണോ ആൽക്കലിക്കാണോ എന്നൊക്കെ അനുസരിച്ചായിരിക്കും പാസ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിഫ്യൂഷൻ്റെ അത് വരുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാരിയർ മീഡിയേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനകത്ത് കാരിയർ പ്രോട്ടീൻ വേണ്ട. സിമ്പിൾ ഡിഫ്യൂഷൻ ബൈലെയറിൽ കൂടെയോ അല്ലെങ്കിൽ പ്രോട്ടീൻ ചാനലിൽ കൂടെയോ വരാം. എക്സാമ്പിളും നമ്മൾ കണ്ടു. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനകത്ത് ചാനൽ അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻ വേണം. The substance are transported with the help of specific carrier protein. അതായത് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ ഈ കാരിയർ പ്രോട്ടീൻ കൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് നമ്മൾ കണ്ടത്. കാരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് കാരിയർ പ്രോട്ടീൻ. ഇത് കാരിയർ പ്രോട്ടീൻ, ഇത് ചാനൽ പ്രോട്ടീൻ. ഓക്കെ, കാരിയർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുമ്പം ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും, എന്നിട്ട് പാസ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ വരുമ്പോൾ ഇതങ്ങ് ഓപ്പൺ ആവും, അന്നേരം ഇത് ക്ലോസ് ആവും. അപ്പോൾ ഇതിൽ കൂടുതൽ അയൺ വരില്ല. പിന്നെ അയൺ വരുമ്പോൾ ഇതൊക്കെ എനർജി റിലീസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളത് പിന്നെ കാണും. പിന്നെ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഓപ്പൺ ആവും, പിന്നെ ഇങ്ങനെ പാസ് ചെയ്യും. ഇതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ത് വേണം? ഒരു കാരിയർ പ്രോട്ടീൻ വേണം. ഡിഫ്യൂഷൻ പറഞ്ഞു. ഇനി ഓസ്മോസിസ് ആണ്. ദിസ് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ കഴിഞ്ഞ് ഓസ്മോസിസ് കാണാം. ഓസ്മോസിസ് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ തന്നെയാണ്. ഡിഫ്യൂഷൻ അണ്ടറിൽ വരുന്നതാണ്, പക്ഷേ സ്പെസിഫിക് ടൈപ്പാണ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഓസ്മോസിസ്, ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഫ്രം എ റീജിയൺ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ദ റീജിയൺ ഓഫ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അതായത് വാട്ടർ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഈ സെമി പെർമിബിൾ മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മാത്രം മൂവ് ചെയ്യുന്നു. സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ്. ഈ സെമി പെർമിബിൾ മെംബ്രെയിന് ഹാഫ് തിങ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഈ ഓസ്മോസിസിൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ടറാണ് പാസ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? ഫ്രം ദ റീജിയൺ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ദ ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ലോവർ സൊല്യൂട്ട് ഇവിടെ നോക്കിയാൽ ഇതെല്ലാം സൊല്യൂട്ടാണ്. സൊല്യൂട്ട് എന്തെങ്കിലും ഒരെണ്ണം, അതായത് ഒരു സോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടാഷ്യം, സോഡിയം, എന്തെങ്കിലും ഒരു കാര്യം കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഫ്രം ദ റീജിയൺ ഓഫ് ലോവർ സൊല്യൂട്ട്, ഇവിടെ കുറച്ച് സൊല്യൂട്ടേ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ലോ കോൺസെൻട്രേഷനാണ്. ഈ ലോ കോൺസെൻട്രേഷനിൽ വാട്ടർ മാത്രം ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഇവിടുത്തെ എന്ത് പറ്റും? ഈ സൈഡിലെ കോൺസെൻട്രേഷൻ വെള്ളം വന്നു കഴിയുമ്പോൾ ലൈറ്റ് ആവും. അപ്പോൾ ഇവിടെ ലൈറ്റ് ആവും. അപ്പോൾ രണ്ട് സൈഡിലെയും ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് പാസേജ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ഫ്രം ദ റീജിയൺ ഓഫ് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ദ റീജിയൺ ഓഫ് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ
ടു മെയിൻറ്റെയിൻ ദ ബാലൻസ്. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ദ പ്രഷർ റിക്വയർഡ് ടു പ്രിവെൻറ്റ് ഓസ്മോസിസ് ഇസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഈ ഒരു ഓസ്മോസിസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പ്രഷർ വേണം. അതായത് ഈ വാട്ടറിനെ തന്നെ അങ്ങോട്ട് പാസ് ചെയ്യാതെ ഇങ്ങോട്ട് വലിക്കുന്ന ഒരു പ്രഷർ വേണം. അതിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. Osmotic pressure depends upon the number of particles in the solution and not the type or size. Osmotic pressure പാർട്ടിക്കിളിൻ്റെ നമ്പറാണ്, ടൈപ്പോ അല്ലെങ്കിൽ സൈസോ അല്ല. ഓസ്മോട്ടിക് പ്രഷർ എക്സൈറ്റ് ബൈ കൊളോയിഡ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി ഈസ് കോൾഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ആൽബുമിൻ ഒരു കൊളോയിഡാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിക്കായിട്ടുള്ള അതാണ്, ജെൽ ലൈക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓസ്മോസിസ് നടക്കാതെ കൺട്രോൾ ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊളോയിഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നു. ഈ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ ഡ്യൂ ടു പ്ലാസ്മ ഇസ് കോൾഡ് ഓൺകോട്ടിക് പ്രഷർ. അപ്പോൾ ഈ കൊളോയിഡ്, ഈ തിക്കായിട്ടുള്ള ജെല്ല് പോലെയുള്ള, അതായത് കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് കാരണം ഈ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ വരുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ പ്ലാസ്മയാണെങ്കിൽ അതിനെ ഓൺകോട്ടിക് പ്രഷർ എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കാനുള്ളതാണ്, നഴ്സിംഗ് ഫൗണ്ടേഷനിലൊക്കെ പഠിക്കും. ഓൺകോട്ടിക് പ്രഷർ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ പേരുകൾ അത്യാവശ്യം ഓർത്തിരിക്കുക. ഓസ്മോട്ടിക് പ്രഷർ, ദെൻ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ, ഓൺകോട്ടിക് പ്രഷർ. ഇനി നമുക്ക് കാണാനുള്ളതാണ് ഡിഫ്യൂഷൻ പറഞ്ഞു. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് കാണാനുള്ളത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മോളിക്യൂൾ ഓർ അയൺ മൂവ് അപ്ഹിൽ അക്രോസ് ദ സെൽ മെംബ്രെയിൻ അഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നീഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ദിസ് എനർജി ഈസ് പ്രൊവൈഡഡ് ബൈ ATP നമ്മൾ മൈറ്റോകോൺട്രിയ റിലീസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട ഒരു പാസീവായിട്ടുള്ളതാണ്. അതിൻ്റെ അകത്താണ് ഈ ഡിഫ്യൂഷനും ഓസ്മോസിസ് ഒക്കെ വരുന്നത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ അകത്ത് is process by which molecule or ion move uphill across the cell membrane across ആയിട്ട് മോളിക്കുളോ അയണോ മൂവ് ചെയ്യുന്നു എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഡിഫ്യൂഷൻ ഹൈ കോൺസെൻട്രേഷൻ, ലോവർ കോൺസെൻട്രേഷൻ. ഓസ്മോസിസ് ലോവർ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അവിടെ കൂടുതലായിരിക്കണം, ഇവിടെ കുറവായിരിക്കണം, അങ്ങനെയൊന്നും ആവശ്യമില്ല. എനർജി റിലീസ് ചെയ്തിട്ട് ഏത് മോളിക്യൂളിനെയും അയണിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്പ്: പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. The primary active transport is derived directly from the breakdown of ATP or high energy phosphate component. അപ്പം ഈ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ATP ഡയറക്റ്റ് എനർജി റിലീസ് ചെയ്യുന്നു. ഈ എനർജി കാരണം മോളിക്യൂൾ അപ്പ് ആൻഡ് ഡൗൺ പാസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് പ്രൈമറി എക്സാമ്പിളാണ് ഈ പറയുന്നത്. സോഡിയം പൊട്ടാഷ്യം പമ്പ്, പൊട്ടാഷ്യം ഹൈഡ്രജൻ പമ്പ്, കാൽഷ്യം പമ്പ്. ഇതൊക്കെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഒരു എനർജി റിലീസ് ചെയ്യും ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. എനർജി റിലീസ് ചെയ്യുമ്പോൾ 2 ഫോസ്ഫേറ്റ് ആവും. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് എനർജി ആയിട്ട് യൂസ് ചെയ്യും. അത് വരുന്ന പ്രോസസ്സ് വഴി ട്രാൻസ്പോർട്ട് ആകുന്ന എന്തൊക്കെയാണ്? സോഡിയം പൊട്ടാഷ്യം ഹൈഡ്രജൻ ആൻഡ് കാൽഷ്യം പമ്പ് പ്രൈമറി ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ്. പിക്ചർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ട്രാൻസ്പോർട്ട് പാർട്ട്. ഈ ട്രാൻസ്പോർട്ടിൽ സോഡിയം പൊട്ടാഷ്യം ഉണ്ട്. ഇവിടെ ATP പമ്പാണ്. ഈ സോഡിയം പൊട്ടാഷ്യം പമ്പിൽ ATP എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെ ATPയിൽ നിന്ന് ADP ആയി മാറുന്നു. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഇതിനകത്ത് 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അത് ADP ആവുന്നു, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ഈ ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ എനർജി വരുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ പൊട്ടാഷ്യം, ഇത് 2 പൊട്ടാഷ്യം ഇങ്ങോട്ട് ചെയ്യുന്നു, അതോടൊപ്പം സോഡിയം 3 അങ്ങോട്ട് പോകുന്നു. ഇതിനെയാണ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് സെല്ലിൻ്റെ ഇൻസൈഡ് സെല്ലും ഇത് ഔട്ട്സൈഡ് സെല്ലുമാണ്. ഈ പോകുന്ന പാത്വേക്കൊക്കെയാണ് സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ന് പറയുന്നത്. സോഡിയവും പൊട്ടാഷ്യം സെൽ മെംബ്രെയിനിലൂടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി പോകുന്ന പിക്ചറാണ് ഇത്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇത് പ്രൈമറി കഴിഞ്ഞു. ഇനി സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഹിയർ എനർജി ഡിറൈവ്ഡ് ഫ്രം ദ ട്രാൻസ്പോർട്ട് ഓഫ് വൺ സബ്സ്റ്റൻസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് അതർ സബ്സ്റ്റൻസ്. ഇവിടെ ഈ ഒരു പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഒരു ഫോസ്ഫേറ്റ് റിലീസായി, അതൊരു എനർജിയാണ്. ഈ എനർജിയും കൊണ്ട് ആദ്യത്തെ ട്രാൻസ്പോർട്ട് നടക്കും, ഈ എനർജിയും കൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രാൻസ്പോർട്ട് നടക്കും. ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ളാത്ത വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കും. ഇതിനെയാണ് സെക്കൻഡറി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദിസ് ട്രാൻസ്പോർട്ട് 2 ടൈപ്പ് ഉണ്ട്. കോ ട്രാൻസ്പോർട്ട്, കൗണ്ടർ ട്രാൻസ്പോർട്ട്. കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ പോവുക. കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പാസ് ചെയ്യുക.
കോ ട്രാൻസ്പോർട്ട് ഓർ സിമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് പാസ് ചെയ്യുന്ന ഒരേ വേയിൽ ഒരേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നതിനെയാണ്. ടു സബ്സ്റ്റൻസസ് സൈമുൾട്ടേനിയസ്ലി ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ഇസ് ദ സെയിം ഡയറക്ഷൻ. എക്സാമ്പിൾ ഓഫ് ഇൻക്ലൂഡ് സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് ആൻഡ് സോഡിയം അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ട്. എല്ലാത്തിൻ്റെയും കൂടെ സോഡിയം വരും. സോഡിയം ഗ്ലൂക്കോസോ സോഡിയം അമിനോ ആസിഡോ ഒന്നിച്ച് വരുന്നതിനെയാണ് കോ ട്രാൻസ്പോർട്ട്, ഒന്നിച്ച് പോവുക എന്ന് പറയുന്നത്. അടുത്തതാണ് കൗണ്ടർ ട്രാൻസ്പോർട്ട്. കൗണ്ടർ ട്രാൻസ്പോർട്ട് ഓർ ആൻറ്റി ട്രാൻസ്പോർട്ട്. എ സിംഗിൾ കാരിയർ ഈസ് യൂസ്ഡ് ട്രാൻസ്പോർട്ട് ഓഫ് ടു സബ്സ്റ്റൻസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സിംഗിൾ കാരിയർ, ഒരു കാരിയർ തന്നെ, അതായത് പ്രോട്ടീൻ കാരിയർ അങ്ങോട്ടും കടത്തിവിടുന്നു, അതേസമയം ഓപ്പോസിറ്റ് ഒരെണ്ണം പോകും. എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് സോഡിയം കാൽഷ്യം കൗണ്ടർ ട്രാൻസ്പോർട്ട്. സോഡിയം ഇൻസൈഡിലേക്ക് വരുമ്പം കാൽഷ്യം ഔട്ട്സൈഡിലേക്ക് പോകുന്നു. ഇതിനെയാണ് സോഡിയം കാൽഷ്യം കൗണ്ടർ ട്രാൻസ്പോർട്ട് ഓർ സോഡിയം ഹൈഡ്രജൻ കൗണ്ടർ ട്രാൻസ്പോർട്ട്. അതായത് സോഡിയം അകത്ത് വരുമ്പോൾ ഹൈഡ്രജൻ അയൺ ഔട്ട്സൈഡിലേക്ക് പോകുന്നു. ഇതിനെയാണ് കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോ ട്രാൻസ്പോർട്ടും കൗണ്ടർ ട്രാൻസ്പോർട്ടും നമ്മൾ പഠിച്ചു. ഇനി പിക്ചറും കൂടെ നോക്കി നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൽ പാസീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ നമ്മൾ ഇനി അതിനെ പറയുന്നില്ല. ലിപ്പിഡിൽ കൂടെ പോകുന്നു, ഫെസിലിറ്റേറ്റഡ് ഈ പ്രോട്ടീൻ കൂടെ പോകുന്നു. ഇനി വേണം ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ പ്രൈമറി ട്രാൻസ്പോർട്ട് ഉണ്ട്, സെക്കൻഡറി ട്രാൻസ്പോർട്ട് ഉണ്ട്. പ്രൈമറി ട്രാൻസ്പോർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ചാനലാണ്. ഈ ചാനലിലൂടെ ഒരു ATP ബ്രേക്ക് ഡൗൺ ആകുന്നു. ATP ബ്രേക്ക് ഡൗൺ ആവുക. ATPക്കകത്ത് 3 ഫോസ്ഫേറ്റ് ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫറസിനെ റിലീസ് ചെയ്ത് ഡൈഫോസ്ഫേറ്റ് ആകുന്നു. ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് മൂവ്മെൻറ്റ് നടക്കുന്നു. ഇനി കോ ട്രാൻസ്പോർട്ടും കൗണ്ടർ ട്രാൻസ്പോർട്ടും നമ്മൾ പറഞ്ഞു. ഈ കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പോകുന്നതിനെയാണ് കോ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കൗണ്ടർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഔട്ട്സൈഡിലേക്കും പോകുന്നതിനെയാണ് കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പ്രൈമറി ട്രാൻസ്പോർട്ട് കണ്ടു. ഈ സെക്കൻഡറി ട്രാൻസ്പോർട്ടിൻ്റെ അകത്ത് ATP ഇൻവോൾവ്മെൻ്റ് ഇല്ല, ATP ബ്രേക്ക് ഡൗൺ ആകുന്നില്ല. ഈ ATP ഇവിടെ പ്രൈമറി ട്രാൻസ്പോർട്ടിൽ ബ്രേക്ക് ഡൗൺ ആയ ATPയുടെ തന്നെ എനർജി യൂസ് ചെയ്ത് സെക്കൻഡറി ട്രാൻസ്പോർട്ടിൽ നടക്കുന്നതായിരിക്കും. ഇതിന് കോ ട്രാൻസ്പോർട്ടും കൗണ്ടർ ട്രാൻസ്പോർട്ടും ഉണ്ട്. കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ പോവുക, കൗണ്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിൽ പോവുക. എക്സാമ്പിളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് വായിച്ചിട്ട് ഇത് ഈസി ആയിട്ട് വെരി സിമ്പിളാണ്. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ ട്രാൻസ്പോർട്ടാണ് സെൽ മെംബ്രെയിനിൻ്റെ ട്രാൻസ്പോർട്ട്. 3 എണ്ണമാണ് പഠിച്ചത്. പാസീവ്, അതിൻ്റെ അകത്ത് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്റ്റീവ്. തേർഡ് ആണ് വെസിക്കുലാർ ട്രാൻസ്പോർട്ട്. Vehicular transport is the transport of substance such as protein molecule which cannot pass through the cell membrane either by diffusion or active transport. അപ്പോൾ വെസിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോട്ടീൻ സെൽ മെംബ്രെയിനിൽ കൂടെയും പറ്റില്ല, അതായത് ഡിഫ്യൂഷനോ ഓസ്മോസിസോ ആക്റ്റീവോ ഒരു രീതിയിലും പാസ് ചെയ്യാൻ സാധിക്കാത്ത പ്രോട്ടീനെ സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് വെസിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് എക്സോസൈറ്റോസിസ്, എൻഡോസൈറ്റോസിസ്, ട്രാൻസൈറ്റോസിസ്. 3 രീതിയിലാണ് ഈ ഒരു രീതിയിലും പാസ് ചെയ്യാൻ മേലാത്ത പ്രോട്ടീനെ മൂവ് ചെയ്യിക്കുന്നത്. എക്സോസൈറ്റോസിസ്, എൻഡോസൈറ്റോസിസ് ആൻഡ് ട്രാൻസൈറ്റോസിസ്. ഇനി എക്സോസൈറ്റോസിസ് is a process by which intracellular substance are extruded out of the cell. Granules and vesicle present inside the cell move towards the cell membrane. The cell membrane of granule and vesicle fuse with the cell membrane, releasing the content of the exterior. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എസ്റ്റോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ സബ്സ്റ്റൻസ് ആർ എക്സ്ട്രൂഡഡ് ഔട്ട് ഓഫ് ദ സെല്ല്. അപ്പോൾ ഇൻട്രാ സെല്ലുലാർ എക്സ്ട്രൂഡഡ് ഔട്ട് ഓഫ് ദ സെല്ല്, അതായത് എക്സ്ട്രാ സെല്ലുലാറിനെ പുറത്തേക്ക് കൊണ്ടുവരിക, ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി കളയുന്നതിന് വേണ്ടിയാണ് എക്സോസൈറ്റോസിസ് യൂസ് ചെയ്യുന്നത്. ഗ്രാന്യൂൾസ് ആൻഡ് വെസിക്കിൾ പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ മൂവ് ടുവേഴ്സ് ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ഇതാണ് ഗ്രാന്യൂൾസും വെസിക്കിൾസും ഒക്കെ ഉണ്ട്. അതിങ്ങനെ സെൽ മെംബ്രെയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സെൽ മെംബ്രെയിൻ ഓഫ് ഗ്രാന്യൂൾസ് ആൻഡ് വെസിക്കിൾ ഫ്യൂസ് വിത്ത് എ സെൽ മെംബ്രെയിൻ റിലീസ് ദ കണ്ടൻറ്റ്. അതായത് ഇവിടെ വന്ന് കഴിയുമ്പം ഇതൊരു സെൽ മെംബ്രെയിനാണ്. ഈ സെൽ മെംബ്രെയിൻ ഇതിനെ അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാന്യൂൾസും വെസിക്കിൾസും എല്ലാം പുറത്ത്, അതായത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്ക് പോകുന്നു. ഇതിനെയാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് ആർ taken into the cell from the exterior. അത് എക്സോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസൈഡിലുള്ള ഗ്രാന്യൂൾസിനെയും വെസിക്കിളിനെയും ഔട്ട്സൈഡിലേക്ക് കൊണ്ടുക. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിനെ ഔട്ട്സൈഡിൽ നിന്ന് സെല്ലിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് എൻഡോസൈറ്റോസിസ് ആർ
ഫാഗോസൈറ്റോസിസ് ആൻഡ് പിനോസൈറ്റോസിസ്. അപ്പോൾ ഇതാണ് പിക്ചർ കാണിച്ചേക്കുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ബാക്ടീരിയ, ഡെഡ് ടിഷ്യൂ എക്സെട്രാസ് എൻഗൾഫ്ഡ് ബൈ ദ സെൽ. അതായത് ഫാഗോസൈറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ, എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ആവും, WBC ബ്രേക്ക് ഡൗൺ ആവും, അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഈ ഫാഗോസൈറ്റോസ് ബാക്ടീരിയ ഡെഡ് ടിഷ്യൂസിനെ എൻഗൾഫ്ഡ് ബൈ ദ സെല്ല്. അപ്പോൾ സെല്ല് എൻഗൾഫ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കവറപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് എൻഗൾഫ് ചെയ്യുന്നത്. അതിനുശേഷം when the bacteria come in contact with the cell membrane, there is invagination of the cell membrane. ഈ ബാക്ടീരിയ ഒക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻവജീനേഷൻ, അതായത് ഇതിനുള്ളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. സെൽ മെംബ്രെയിൻ വരുമ്പോൾ ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു. ലേറ്റർ ഇൻവജീനേഷൻ ഈസ് പിഞ്ച്ഡ് ഓഫ് ഫ്രം ദ സെൽ മെംബ്രെയിൻ മേക്കിംഗ് ഇറ്റ് എ മെംബ്രെയിൻ എൻക്ലോസ്ഡ് വാക്യൂൾസ്. അതിനുശേഷം ലേറ്റർ സെൽ മെംബ്രെയിൻ വന്നു കഴിയുമ്പം ഈ എൻഗൾഫ് ചെയ്ത ഇങ്ങനെ ചുറ്റപ്പെട്ട ഇത് ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് എൻഡോസൈറ്റോസിസ് നടക്കുന്നത്. എൻഡോസൈറ്റോസിസിൽ ഫാഗോസൈറ്റോസിസ് ഉണ്ട്, പിൻസൈറ്റോസിസ് ഉണ്ട്. പിൻസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ദിസ് എ സിമിലർ ഫാഗോസൈറ്റോസിസ് തന്നെയാണ്, ബട്ട് സബ്സ്റ്റൻസ് ഇൻജസ്റ്റ് ഈസ് ഫ്ലൂയിഡ് ഫോം. അപ്പോൾ ഈ ഫാഗോസൈറ്റോസിസിൽ ഫ്ലൂയിഡ് അല്ല, സോളിഡും എല്ലാമാണ്. അപ്പോൾ പിൻസൈറ്റോസിസ് ഈ സബ്സ്റ്റൻസ് ഇതിൻ്റെ അകത്ത് കവറപ്പ് ചെയ്തേക്കുന്ന ഫ്ലൂയിഡാണ്. ദെയർഫോർ കോൾഡ് സെൽ ഡ്രിങ്കിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടാൽ മാത്രമേ ഫിസിയോളജി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതാണ് ട്രാൻസൈറ്റോസിസ്. ട്രാൻസൈറ്റോസിസ് is a process that make material from one side of the cell transport to the other side. അതായത് സൈറ്റോസിസ് സെല്ലിലുള്ളത് പുറത്തേക്ക് പോവുക, എൻ സൈറ്റോസിസ് പുറത്തുള്ളത് സെല്ലിലേക്ക് വരിക. ഇനി ട്രാൻസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുക, അതായത് സെൽ മെംബ്രെയിൻ്റെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇത് ഒരു ട്രാൻസൈറ്റോസിസിൻ്റെ പിക്ചറാണ്. അതായത് ഈ ട്രാൻസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യൂൾസ് ഇവിടുന്ന് ഈ സെൽ മെംബ്രെയിനിൽ നിന്ന്, ഇത് കണ്ടോ, ഈ സെൽ മെംബ്രെയിനിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. ഇതിനെയാണ് ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. കണ്ടതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ അക്രോസ് സെൽ മെംബ്രെയിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മാത്രമല്ല നഴ്സിംഗ് ഫൗണ്ടേഷന്, മെഡ് സർജ്, ബയോകെമിസ്ട്രി എല്ലാം ഇത് ആവശ്യമാണ്. ഇത് ബേസാണ്. ഇത് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് വിട്ട് കളയാൻ പാടില്ല. യൂണിറ്റ് 1ൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ഇനി ഇതിൻ്റെ ബാക്കി സെൽ സൈക്കിള്, ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കിടക്കുന്നതാണ്.